me now. Let that be our prayer tonight. Under your wings, cover me within your mighty hands. When the oceans rise and thunders roar, I will soar with you above the storms. Father, you are king over the flood, and I will be still, know you are God. I will be still, know you are God. When the oceans rise and thunders roar, I will soar with you above the storms. Father, you are king over the flood, and I will be still, know you are God. Yes, I will be still, know you are God. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും. When the oceans rise and flood, fill us with your power. Live inside of us. Thank you, Lord. Power. Live inside of us. Change my heart, oh Lord. Make it ever true. Change my heart, oh Lord. May I be like you. Change my heart, oh Lord. Make it ever true. Change my heart, oh God. May I be like you. You are the potter, I am the clay. Mold me and make me. This is what
Change my heart, oh God. May I be like you. May I be like you. May I be like you, Jesus. May I be like you. For you are glory. സങ്കീർത്തനം വായിക്കുന്നുണ്ട്, എടുത്ത് വായിക്കണ്ട. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. Amen. In Psalm 115 we see that God who remembers, he blesses us. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്ന ദൈവം. And he blesses those who have the fear of the Lord. എന്നെയും നിങ്ങളെയും നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമാണ് ആ ദൈവം. Our God is somebody who knows me and you very well. സാധാരണ മനുഷ്യന്റെ പുറം നോക്കി വിധിക്കുന്നവരാണ്, മുഖം നോക്കി വിധിക്കുന്നവരാണ്. We know that human beings, we tend to look outwardly and judge people. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത ഓരോ മനുഷ്യന്റെയും ആന്തരികേന്ദ്രിയങ്ങളെ അറിയുന്ന ദൈവമാണ്. Amen. But our God has a particularity. He looks into the hearts of people and he knows people intimately. രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയേണ്ടതുപോലെ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. He knows everything about us inside out. അവൻ നമ്മെ ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നവരെയും ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അറിയേണ്ടതുപോലെ അവൻ അറിയാവുന്ന ദൈവമാണ്. Let me tell you, he knows each one of you who is taking part in this ministry tonight. കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ഹല്ലേലൂയ. താൻ വല്ലതും അറിയുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്ന് വരെ ഒന്നും അറിഞ്ഞിട്ടില്ല. Amen. In Corinthians we read that if somebody believes and thinks that he knows something, God tells to that person that he has not known much yet. എന്നാൽ ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. But if anybody loves God, God knows him. ഹല്ലേലൂയ. Amen. സ്തോത്രം. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? Yes. ഇന്ന് നമ്മെ എല്ലാവരെയും അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പാകെയാണ് നാം ആയിരിക്കുന്നത്. Do you believe that God who knows you and you're right in front of that God? ഇവിടെ സാജു അച്ഛനോ അല്ലെങ്കിൽ മറ്റാരോ കടന്നു വന്നിരിക്കുന്നു എന്നുള്ള അല്ല വിഷയം. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവം, ഹല്ലേലൂയ, ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവം, നമ്മുടെ നിരാശ നിറഞ്ഞ ജീവിതത്തെ പ്രത്യാശപൂരിതമാക്കി തീർക്കുവാൻ കഴിയുന്ന ദൈവം, നമ്മുടെ രോഗക്കിടക്കയെ മാറ്റിവിരിക്കുവാൻ കഴിയുന്ന ദൈവം, നമ്മുടെ വിഷണ്ണ മനസ്സിന് ആശ്വാസം തരുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. Amen. Hallelujah. Doesn't matter who is here, Saju Achano, who else, it doesn't matter. Our God is here and he is looking into your situations. He can change wilderness into garden. He can change mourning into dancing. ആ ദൈവം സ്വർഗ്ഗം ചാച്ച് നമ്മുടെ നടുവിലേക്ക് ഈ വീടിന്റെ ഈ ഉൾത്തളത്തിലേക്ക് കർത്താവ് എഴുന്നള്ളി വന്നിട്ടുണ്ട്. And he is leaning towards you, leaning in your midst. ആ തേജസ്സിന്റെ കർത്താവിനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. And let us look into that God of glory. അവന്റെ പൊന്നുമുഖത്തേക്ക് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. Let us fix our eyes onto his face. ഇന്ന് രാത്രികാലം നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്കത് ശ്രദ്ധ വെച്ച് കേൾക്കാം. And when he start to talk to us, help us to listen to him. നമ്മൾ ദൈവമക്കൾ ഒരു ആത്മാവിൽ ഒരു പാട്ട് പാടിയാലും, ആത്മാവിൽ ഒരു സ്തോത്രം പറഞ്ഞാലും, ആത്മാവിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാലും, ആത്മാവിൽ എഴുതപ്പെട്ട ദൈവവചനം ആ ദൈവാത്മാവിൽ സംസാരിക്കുമ്പോൾ, അത് സാക്ഷ്യമായിട്ടോ ദൈവവചനത്തിൽ കൂടിയൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാ രീതിയിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. Amen. Our God is able to do his work and act whenever we speak a word in spirit, sing in spirit, share the testimony in spirit, or preach the word in spirit. പഴയ നിയമത്തിൽ ഒരു വേദഭാഗമുണ്ട്, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. In Old Testament we can see a verse from the book of Joshua chapter 3 verse 9 and 10. ഹല്ലേലൂയ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യോശുവ ഇസ്രായേൽ മക്കളോട് ഇവിടെ വന്ന് നിങ്ങൾ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ കേൾപ്പീൻ എന്ന് പറഞ്ഞു. There we can see Joshua said to the children of Israel, come here and hear the words of the Lord your God. അതിനുശേഷം എന്താ പറയുന്നത്? ജീവനുള്ള ദൈവം നിങ്ങളുടെ നടുവിലുണ്ട്. And there it says the living God is among you. ഹല്ലേലൂയ. നമ്മുടെ നടുവിലുള്ള ദൈവം എങ്ങനെയുള്ള ദൈവമാ? ജീവനുള്ള ദൈവമാണ്.
Which God is among us? The living God is among നമ്മെ us. ജീവിപ്പിക്കുന്ന ദൈവമാണ്. And He is able to quicken our നമ്മെ life. സൗഖ്യമാക്കുന്ന ദൈവമാണ്. He can heal us. നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. He can deliver us. നമ്മെ അനുഗ്രഹിക്കുന്ന He ദൈവമാണ്. can bless us. നമ്മെ ബലപ്പെടുത്തുന്ന He can ദൈവമാണ്. strengthen us. നമ്മെ പുഷ്ടിപ്പെടുത്തുന്ന ദൈവമാണ്. He can increase us. നമ്മെ വഴി നടത്തുന്ന He ദൈവമാണ്. can lead us into the right way. ഹല്ലേലൂയ. ഈ ദൈവസാന്നിധ്യത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. Oh, we just want to thank and praise God for this mighty presence of God. ഹല്ലേലൂയ. എൻ്റെ പേര് സാജു വർഗീസ് എന്നാണ്. My name is Saju Varghese. എൻ്റെ പേര് എൻ്റെ സ്വദേശം ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് ഉടുമ്പന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. My native place is from the district of Idukki, from near to the Todupuzha. ഉടുമ്പന്നൂർ. പ്രൈസ് ദി ലോർഡ്. ഒരു തൊടുപുഴയ്ക്ക് തൊട്ടടുത്ത ഒരു സ്ഥലമാണ്. ഹല്ലേലൂയ. ഞാൻ അവിടെയാണ് ജനിച്ചു വളർന്നത്. And I was born and brought up in that place. പാരമ്പര്യമായിട്ട് ഒരു സിറിയൻ ഓർത്തഡോക്സ് കുടുംബത്തിലെ കർഷകരായിട്ടുള്ള മാതാപിതാക്കന്മാരിൽ നിന്ന് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. And I was born to a parents who were farmers, and traditionally they were Syrian Orthodox. Praise the Lord. Hallelujah. ഞാൻ തുടർന്ന് എൻ്റെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് ഞാൻ പുരോഗതിനായി 10 വർഷക്കാലം ഹല്ലേലൂയ 1980 മുതൽ 90 വരെയും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 2 പള്ളികളിൽ ആത്മീയ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. After I completed my education, I started my priesthood as a vicar from 1980 to 1990 for 10 years in the nearest churches, in the congregations. അക്ഷരത്തിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന എന്നെ ഇന്ന് കർത്താവ് അഭിഷേകത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വിളിച്ചു വേർതിരിച്ചു. I was doing the ministry of mere human words and knowledge, but today God has called me to do the ministry of spirit and anointing. 1990 ഓഗസ്റ്റ് മാസം 4-ാം തീയതി കേരളക്കരയിൽ വലിയൊരു സംഭവം ഉണ്ടായി. 4-5 അച്ഛന്മാർ ഒരുമിച്ച് സ്നാനപ്പെട്ട കാര്യം നിങ്ങൾ പലരും അറിഞ്ഞു കാണും. In 1990 there was a big news, even in the newspaper. Couple of priests from the denominations, nominal denominations, they got set apart and they followed Jesus by obeying the gospel. Praise the Lord. Hallelujah. എൻ്റെ അതിനെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് ഞാൻ തുടർന്ന് അല്പസമയം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. And I just desire to share my testimony related to that. എനിക്ക് ഭാര്യയുണ്ട്, 3 കുട്ടികളുണ്ട്. I have a wife and I have 3 children. മൂത്ത മകൻ ന്യൂസിലാൻഡിലുണ്ട്. My oldest son, he is in New Zealand. രണ്ടാമത്തെ മകള് കാനഡയിലാണ്. My second daughter, she lives in Canada. ഇളയ മോളാണ് ഇവിടെ അടുത്ത് താമസിക്കുന്നത്. And the youngest one, she lives nearby. എൻ്റെ മോൻ ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളോട് കൂടെ. Our son is here too. Our son. Praise the Lord. ഞങ്ങൾ ഇന്ന് വളരെ സന്തോഷമായിട്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. And we are very glad to be here. ഇന്ന് രാത്രികാലം ദൈവം എനിക്ക് തന്നിരിക്കുന്ന സ്വർഗീയ ആത്മീയ അധികാരത്താൽ കടന്നു വന്നിരിക്കുന്ന അതുപോലെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കും സന്തോഷമെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. Amen. Hallelujah. Praise the Lord. I just want to bless all of you here with the anointing and the unction and authority that the Lord has put upon me. And if you would like, please stretch forth your hand and bless me as well. Hallelujah. ഞാൻ എവിടെ ശുശ്രൂഷിച്ചാലും ഈ അനുഗ്രഹ വാക്കുകൾ പറയാറുണ്ട്. And wherever I get an opportunity to minister, I just speak the words of blessing. അതിന് വലിയൊരു കാരണമുണ്ട്. There is a reason for it. ഞാൻ 90 സ്നാനപ്പെട്ട് ഇറങ്ങിയപ്പോൾ പട്ടത്ത് ഉപേക്ഷിച്ചു പോകുന്ന നീ നിന്റെ കുടുംബവും മുടിഞ്ഞു പോകും, നശിച്ചു പോകും, ഇല്ലാതായി പോകുമെന്ന് പറഞ്ഞ് അനേകർ എന്നെ ശപിക്കാനും അസഭ്യവാക്കുകൾ പറയാനും ഒക്കെ ഇടയായി തീർന്നു. You know what happened when I left priesthood in 1990? People started cursing me and fighting against me and causing hurt to me, saying that you have left the priesthood, you will never be good. ജനമെല്ലാം വളരെ ക്രൂദ്ധരായിട്ടിരിക്കുകയാണ്. We were all very angry. വീട്ടുകാരും നാട്ടുകാരും അതുപോലെ 2 ഇടവക്കാരും ഒക്കെയും അനേകരും വളരെ ക്രൂദ്ധന്മാരായിട്ട് നിൽക്കുന്ന സമയം. And people were angry with me that time because I left the priesthood. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, മകനെ നീ അവരെല്ലാം ദൈവനാമത്തിൽ അനുഗ്രഹിക്കാൻ പറഞ്ഞു. And when the people were showing anger towards me, the Spirit of the Lord told me, just keep blessing them. ഞാൻ പ്രിയപ്പെട്ടവരെല്ലാം അപ്പച്ച അമ്മച്ചി അപ്പച്ച നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ദൈവവചനത്തിലെ ആത്മീയ സത്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്ന് ഞാൻ അവരോട് പറയാനിടയായി. And I started blessing them. Grandma, grandpa, may the Lord bless you. Today or tomorrow my God will reveal the truth in this word. I keep telling them. അതിനുശേഷം ഞാൻ ദൈവവചനം വായിച്ചപ്പോഴാണ്
പത്രോസിൻ്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാകിയാൽ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ എന്നൊരു വാക്യം. Amen. You see a verse in Peter that we are called to bless people, not to pronounce curse on them. പ്രിയമുള്ളവരെ, ഞാനത് പറയാൻ കാരണം, അനേകരെ ശപിക്കുകയും പട്ടത്തുപേക്ഷിച്ചു പോകുന്ന നീ നിൻ്റെ കുടുംബവും ഇല്ലാതായി പോകുമെന്ന് പറയുകയും ചെയ്തുവെങ്കിൽ ആ പറഞ്ഞവരെല്ലാം തന്നെ അടുത്ത ആഴ്ചകൾ, ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ, ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെടുവാനും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്നാനപ്പെടുവാനും അഭിഷേകം പ്രാപിക്കുവാനും ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ദൈവമക്കളായി ജീവിപ്പാനും എനിക്ക് എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം ഭാഗ്യം തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Let me tell you what the Lord has done in my life. Everyone who were cursing me, who were showing anger and hatred towards me, the Lord touched them and they got transformed with the gospel, and today they are serving the Lord Jesus. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന് സ്തോത്രം, ദൈവനാമത്തിൽ മനഃപൂർവ്വമായി നാം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. Amen. From this life experience, what I understood is that if you choose to love and bless anybody today or tomorrow, they will be blessed. Praise the Lord. അതുകൊണ്ടാണ് ഈ സായം സന്ധ്യയിൽ നിങ്ങളെ ഞാൻ ദൈവനാമത്തിൽ അനുഗ്രഹിപ്പാൻ ഇടയായി തീർന്നു. That's why even in this night hour I want to bless you. Praise the Lord. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ബാല്യം മുതൽ എൻ്റെ മാതാപിതാക്കന്മാർ ഒരു ദൈവ പൈതലായിട്ട് എന്നെ വളർത്തുവാനുള്ള സാഹചര്യങ്ങൾ എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നു. I was fortunate to be born and brought up in a very pious and good family, God-fearing family. കാരണം എൻ്റെ മാതാപിതാക്കന്മാർ അവരുടെ നല്ല പ്രായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിപ്പാനും അവർ വായുകൊണ്ട് ഏറ്റുപറയുവാനും അങ്ങനെ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കന്മാരായിരുന്നു എൻ്റെ മാതാപിതാക്കൾ. I was born to a parent who were already saved and who were living in the experience of salvation. സാധാരണ ഒരു ഓർത്തഡോക്സ് സഭയിൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. Amen. You don't really tend to hear in the Orthodox culture or the denomination, you cannot really say you need to be saved or be repentant and things like that. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പെന്തക്കോസ്തുകാരായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. If somebody tells them in this manner, they will consider them as Pentecostal people. എന്നാൽ എൻ്റെ ബാല്യത്തിൽ സിറിയൻ ഓർത്തഡോക്സ് സഭയിൽ വാലയിൽ ഗീവറിസ് എന്ന് പറയുന്ന ഒരു വൈദികനുണ്ടായിരുന്നു. But in my childhood, I remember there was a particular priest in Syrian Orthodox congregation. അദ്ദേഹം രക്ഷിക്കപ്പെട്ട ഒരു വൈദികനായിരുന്നു. And he was a saved priest. ദൈവവചനം നന്നായിട്ട് പഠിപ്പിക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. He knew the word of God and he used to preach and teach the word of God. അദ്ദേഹം എൻ്റെ ദേശത്ത് കടന്നു വന്ന് ചെറിയ കൂട്ടായ്മകളൊക്കെ നടത്തുകയും അങ്ങനെ ദൈവവചനം പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ മാതാപിതാക്കന്മാരൊക്കെ അവർ നല്ല പ്രായത്തിൽ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ അവരും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി. And through that particular man of God, he started small fellowships of teaching and preaching the word of God. My parents got born again in that fellowship. അതുപോലെ തന്നെ ഞാൻ ജനിക്കുന്നതിന് മുന്നമേ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയും കുറച്ച് ശിഷ്യന്മാരും കൂടി എൻ്റെ ഭവനത്തിലൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട്. And I remember that even before I was born in my family, the famous preacher in India, Sadhu Kochikunnu Upadeshi, he came to our house and resided in our house as well. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഈ ദൈവമക്കളെ സൽക്കരിക്കുവാനും അവരെ സ്വീകരിപ്പാനും അവരെ വേണ്ടുന്ന രീതിയിലൊക്കെ ശുശ്രൂഷിക്കാനും വളരെ തൽപരരായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. And I remember those were the ages and time my parents, they used to be hospitable or showing hospitality to these people of God. എൻ്റെ ഭവനത്തിൽ താമസിക്കുമ്പോൾ അദ്ദേഹവും ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചതിൻ്റെ മുഖാന്തരമായിട്ട് ആ നിലവാരത്തിലൊക്കെ എൻ്റെ പേരൻസ് മാതാപിതാക്കന്മാരെ ജീവിക്കാനായിട്ടും ഇടയായി തീർന്നു. And that particular man of God, whenever he was coming and spending time with us and residing in our house, he used to teach my parents the word of God. ഞങ്ങളുടെ ദേശത്തും അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരുന്നു. And there were a lot of blessed fellowships in our native place. പാട്ടും പ്രാർത്ഥനയും മനപ്രാർത്ഥനയും അതുപോലെ സാധാരണ മനപ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, സഭയുടെ പ്രാർത്ഥന അന്ന് പ്രാർത്ഥിക്കാവുള്ളൂ. എന്നാൽ എൻ്റെ ഭവനത്തിൽ ആ കൂട്ടായ്മയിലൊക്കെ
മറ്റ് മർത്തോമ CSI ഒക്കെ സഭകളിലൊക്കെ നടക്കുന്ന പോലെയുള്ള പ്രാർത്ഥനകൾ കൂട്ടായ്മകളൊക്കെ ആ കാലഘട്ടത്തിൽ നടക്കുമായിരുന്നു. Even though we were born in Syrian Orthodox congregation or culture, we used to have the prayers or the prayer from heart. You know, they used to have a culture that you can only do prayer that is limited within the church or the denomination. അതുപോലെ എൻ്റെ ബാല്യത്തിൽ തന്നെ VBS ക്ലാസ്സുകളും സൺഡേ സ്കൂൾ ക്ലാസ്സുകളൊക്കെ വളരെ സജീവമായിട്ട് പഠിക്കാനുള്ളതായ ഒരവസരം എൻ്റെ ജീവിതത്തിൽ ലഭ്യമായി. And I used to be very active in vacational Bible school and Sunday school and all. അതുപോലെ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു കലാകുടുംബമാണ്. മാതാപിതാക്കന്മാരും ഞങ്ങൾ 5 പേരാണ്. ഞങ്ങൾ 5 പേരും നന്നായിട്ട് പാടുകയും അങ്ങനെ കലാപരമായ പല രീതിയിലുള്ള കഴിവുകൾ ഉള്ള വ്യക്തികളായിരുന്നു ഞങ്ങൾ. And we have 5 children in our family, and all of us 5 children, we used to be very artistic, and I was born in a very artistic family. We used to sing and had lot of talents. അതുകൊണ്ട് അന്ന് സമുദായത്തിലും അതുപോലെ മറ്റ് പല ഇടങ്ങളിലും ഞാൻ വളരെ ചെറുപ്പം എൻ്റെ 8 വയസ്സൊക്കെ ഉള്ള സന്ദർഭത്തിൽ പെന്തക്കോസ്തുകാരുടെ കൺവെൻഷനൊക്കെ ഞാൻ പാട്ടുപാടാനായിട്ട് പോകുമായിരുന്നു. അന്ന് സായിപ്പന്മാരാണ് ആ കാലത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവരുടെ ഇടയിൽ അത്ഭുത ബാലനായിട്ട് ഞാൻ അനേക സ്റ്റേജുകളിൽ പോയി അന്ന് പെന്തക്കോസ്ത് സഭകളിലൊക്കെ പോയി ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. I remember even when I was just 8 years old, the foreign people, white people used to come to our land to preach the gospel, and I used to go to that gatherings and sing songs. Praise the Lord. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളോളം പറഞ്ഞാലും തീരത്തില്ല. എങ്കിലും വളരെ ഞാൻ ചുരുക്കമായിട്ട് എൻ്റെ സാക്ഷ്യം ഞാൻ പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. I've got a very detailed big testimony, but I just want to bring it in a concise manner tonight because of lack of time. എൻ്റെ മാതാപിതാക്കളോടൊപ്പം തന്നെ അനേക മാതാപിതാക്കന്മാരും സഹോദരന്മാരും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ചില കൂടിവരവുകൾ എല്ലാ ആഴ്ചകളും തന്നെ അവിടെ നടക്കുക പതിവായിരുന്നു. We had a blessed fellowship every week that was happening, along with our parents, other relatives as well, coming together in that fellowship. ഞാൻ സഭയുടെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം നന്നായിട്ട് അനുസരിച്ച് അങ്ങനെ മുൻപോട്ട് പോകുന്ന കാലഘട്ടമായിരുന്നു ആ നാളുകൾ. I was also continuing and obeying in every tradition and the culture of the denomination that I was in. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ യുക്തിവാദി ജോസഫ് ഇടമറുക എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇടമറുക അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ പൗലോസ് കുന്നുമേൽ എന്ന അച്ഛൻ 1973 ഒരു പ്രാർത്ഥന യോഗം ക്രമീകരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. When I was continuing like this within our church denomination, I remember in 1973 there was a particular person came to our native place and started a fellowship. അദ്ദേഹം നന്നായിട്ട് ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു അച്ഛനായിരുന്നു. And he was a priest, but he used to preach the word of God effectively. തുടർന്നുള്ള നാളുകൾ അദ്ദേഹത്തിൻ്റെ പള്ളികളിലേക്ക് ഞങ്ങൾ ആ ദേശത്ത് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന എല്ലാ മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഒരുമിച്ച് കൂടി വന്ന് അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ നടക്കുവാനായിട്ടിടയായി. And in that priest house we used to go, whoever who were saved and living in that born again experience, they used to go to that particular priest house. അന്ന് വരെ ഈ യാക്കോബായ സഭയിൽ ഒരു ആത്മീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ല. Until then we did not see any spiritual sort of fellowship in the Jacobite or the Orthodox congregation. 1974 സെന്റ് പോൾസ് പ്രയർ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ഉടലെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. The first time something like a spiritual fellowship started in 1974, that's name was St. Joseph Prayer Cell. സെന്റ് പോൾസ് പ്രയർ ഫെലോഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ എല്ലാവരും കടന്നു പോവുകയും മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ മാസവും ഏകദേശം 12,000 പേര് കൂടുന്നതായ അനുഗ്രഹിക്കപ്പെട്ടതായ യോഗങ്ങൾ നടന്നു വരികയും ചെയ്തുകൊണ്ടിരുന്നു. We started going to that meetings, and every year there used to be these big meetings that used to hold 2,000 or thousands of people. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല സഭയിലെ രക്ഷിക്കപ്പെട്ട ചില അച്ഛന്മാരുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഏകദേശം 100 സ്ഥലങ്ങളിലായിട്ട് കൺവെൻഷനുകളും ധ്യാനയോഗങ്ങളും ബൈബിൾ ക്ലാസ്സുകളും തുടർച്ചയായിട്ട് നടക്കുവാനായിട്ടിടയായി. Not only that, there were priests who were saved, and they used to have small fellowships in hundreds count in different places. Praise the Lord. Hallelujah. ആ മീറ്റിങ്ങിലൊക്കെ ഞാനും സജീവമായി കുന്നുമേലച്ചനോട് കൂടെ പങ്കെടുത്തുകൊണ്ടിരുന്നു. I used to be very active in those fellowships.
അപ്പോൾ ഞങ്ങൾ അവിടെ ദൈവവചനം പഠിപ്പിക്കണമെങ്കിൽ പറയണമെങ്കിൽ ഞങ്ങൾ കൂടുതലായിട്ട് ദൈവവചനം പഠിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങി. Amen. There was a need for us to speak or preach the word of God. We had to study the word of God. ഞങ്ങൾ എൻ്റെ സ്വദേശത്ത്, എൻ്റെ ദേശത്ത് തന്നെ 4-5 അച്ഛന്മാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് എല്ലാ ദിവസവും തന്നെ കൂടി വന്ന് ദൈവവചനം വായിക്കുകയും പരസ്പരം ഷെയർ ചെയ്യുകയും പഠിക്കുകയും ചെയ്യാനായിട്ടുള്ള അവസരം കർത്താവ് ഒരുക്കി. And for that reason we had couple of priests in our native place, 4-5 priests, and we used to come together every day and used to exhort and discuss the scriptures and the word of God. Praise the Lord. ഈ സമയം ഞാൻ ഒരു കലാകാരനായിരുന്നുകൊണ്ട് ഡ്രോയിങ് പഠിക്കാനായിട്ട് എറണാകുളത്തുള്ള ഒരു ആർട്സ് കോളേജിൽ പോയി ചേരുവാനായിട്ടിടയായി. Amen. Because I was an artistic person, what I did, I went to a place called Cochin, one of the famous place in Kerala, to study or learn drawing. കാരണം അന്ന് എൻ്റെ മൂത്ത ബ്രദർ കാനഡയിൽ ഒരു ഫാമിലി ആയിട്ട് താമസിക്കുകയാണ്. അപ്പോൾ കാനഡയിലൊക്കെ ആർട്ടിസ്റ്റുകൾക്ക് വലിയ ഡിമാൻഡാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് വരയ്ക്കുന്ന ആളായതുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ പോയി വര പഠിക്ക്, അതിന് ശേഷം ഞാൻ കാനഡയ്ക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ അവിടെ പഠിക്കാൻ പോകാനായിട്ട് ഇടയായത്. My oldest brother, he was living in Canada that time, and he told me, if you come to Canada, there is a big scope for the artistic or drawing people, so learn drawing. ഞാൻ 3 വർഷം കൊണ്ട് അതിൻ്റെ ഡിപ്ലോമ പാസ്സായി. I completed the diploma of drawing. Praise the Lord. 3 years. ഞാൻ പരീക്ഷ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളത്ത് ടൗണിൽ കൂടി ബ്രോഡ്വേയിൽ കൂടി നടന്നു പോകുമ്പോൾ അവിടെ CSI പള്ളിയിൽ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. And I saw, after I completed my exam of the drawing and the art education that I was learning, I saw a particular prayer meeting was happening in Church of South India. Praise the Lord. ആലപ്പുഴയിലുള്ള ഒരു ഫാമിലിയാണ് ആ കൺവെൻഷന് പാട്ട് പാടിക്കൊണ്ടിരുന്നത്. And there was a particular family who came from another district in Kerala called Alapi, and they were singing the songs. ഞാനൊരു പാട്ടുകാരനായതുകൊണ്ട് ആ പാട്ട് കേൾക്കാനുള്ള താല്പര്യത്തോടെ ഞാൻ ആ കൺവെൻഷനിലേക്ക് കടന്നു ചെന്നു. I love songs and music, so I just got attracted to this particular meeting to hear the songs. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 8ാമത്തെ വയസ്സ് മുതൽ ഞാൻ പാട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനും കൂടിയാണ്. I told you already, I used to and started singing from the age of 8, and I used to teach കേരളത്തിലുള്ള singing as well. കേരളത്തിലുള്ള മിക്ക സ്ഥലങ്ങളിലും മർത്തോമ, CSI, ഇവാഞ്ചലിക്കൽ, അതുപോലെ ഓർത്തഡോക്സ്, യാക്കോബ സഭകളിലെ VBSനെല്ലാം ഞാൻ പാട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനും കൂടിയായിരുന്നു. I used to go around for the vacation Bible schools that were happening in many denominations and used to teach kids songs. ഒരു പാട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. But let me tell you, none of the songs brought any transformation in my life. എന്നാൽ അന്ന് രാത്രി ആലപ്പുഴക്കാരി ജോമോൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ കൺവെൻഷനിൽ മനോഹരമായ ഒരു പാട്ട് പാടാനായിട്ട് ഇടയായി. But in that particular meeting, there was a particular sister who came from Alapi, and she started singing a beautiful song. യൗവനത്തിൽ നിന്റെ നാഥനെ തേടിയോടിവാ, പാപി നിന്നെ വിളിക്കുന്നു, യേശുരാജനായി ലോകം നിന്നെ ആകർഷിക്കും, ശോകം നൽകിടും, നിത്യജീവൻ നൽകുന്നവൻ യേശു മാത്രമേ. യൗവനക്കാരാ, ലോകം നിന്നെ ആകർഷിക്കും, അതിൻ്റെ അവസാനം ദുഃഖമായിരിക്കും. എന്നാൽ നീ ഇന്ന് രാത്രി യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരിക, എന്നാൽ നിനക്ക് നിലനിൽക്കുന്ന സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുമെന്നുള്ള മനോഹരമായ പാട്ട് കേൾക്കാൻ എനിക്കിടയായി. The essence of that song was, youth or young man or young woman, this world will entice you, seduce you, but it will not give you peace or joy or salvation. You come to me, the Lord Jesus is calling you. That was the essence of the song. എൻ്റെ പഠനം കഴിഞ്ഞ് ഞാൻ കാനഡയ്ക്ക് പോകാനായിരുന്ന വ്യക്തിയാണ്. And after I completed my education, I thought that I would be going to Canada. ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ ആ കൺവെൻഷൻ സ്റ്റേജിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ഒരു ചെയറിൽ ഇരുന്ന് ഞാൻ അലറി കരയാനായിട്ട് പോയി. When I heard that song, I was sitting at the very back of the congregation, and I started tearing and crying aloud. ഞാൻ വലിയ പാപിയായി ജീവിച്ചൊരു വ്യക്തിയൊന്നും അല്ല. And I was not living in much big sins. എന്നാൽ അനേക ചെറുതും വലുതുമായിട്ടുള്ള പാപ സ്വഭാവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. But we had small or big sort of sinful nature in my life. Praise the Lord.
അവിടെ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്നു. ഒരു ദിവസം തന്നെ 2,000-3,000 രൂപയൊക്കെ എൻ്റെ ആ ചെറുപ്പകാലത്ത് എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. Even in my young age, when I was doing the education or studying, that time itself I started earning money as well. എറണാകുളം പരിചയമുള്ളവർക്ക് അറിയാം, ഒരു സെന്റ് തെരേസാസ് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ട്. അവിടുത്തെ പെൺകുട്ടികൾക്കെല്ലാം പടം വരച്ചുകൊണ്ടിരുന്ന വ്യക്തി ഞാനായിരുന്നു. Wow, if you know that particular place called Kochi, there's a famous university, and I used to draw for the girls or the students who were going there, and I used to get money. അവരെ വലിയ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെയാണ് ഈ ചോദിക്കുന്ന പൈസ ഇഷ്ടം പോലെ പൈസ വലിച്ചെറിഞ്ഞു തരുമായിരുന്നു. And in that particular university, people who were rich used to come and they used to give me money whatever I asked for the job that I do for them. Praise the Lord, hallelujah. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നുകൊണ്ട് അവിടെ ആയിരുന്നെങ്കിലും ആ എറണാകുളം പട്ടണത്തിൽ ഞാൻ താമസിച്ചപ്പോഴും ഹല്ലേലൂയ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനുള്ള വലിയ ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്നു. Amen. Let me tell you, even when I was living in that big famous city, the Lord gave me the opportunity or the privilege to live without sin and live in the presence of God. അന്ന് രാത്രി ആ സിസ്റ്റർ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. ഞാൻ ഇനി ജീവിക്കുന്നുവെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കും, ഞാൻ ഇനി പാടുന്നുവെങ്കിൽ യേശുവിന് വേണ്ടി പാടുമെന്ന് അന്ന് രാത്രി ഞാൻ തീരുമാനമെടുത്തു. When I was listening to this particular song that the sister was singing, I submitted my life to Lord Jesus Christ. Then I said, if I live, I will live for God. If I sing anymore, I will sing for Jesus. ഞാൻ പിറ്റേ ദിവസം തന്നെ എൻ്റെ ബാഗ് എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വേഗം എൻ്റെ വീട്ടിലേക്ക് ചെന്നു. എൻ്റെ ആത്മീയ സുഹൃത്തായിരുന്ന കുന്നമേലച്ചനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ദൈവവേല ചെയ്യണം, അതിനെന്താ ചെയ്യേണ്ടത്, അച്ഛൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. The next day itself I could see the transformation. I packed my bags and I left that particular city. I went to my father, spiritual father, and asked him, I want to do the work and serve God. What can I do? ദൈവദാസൻ എന്നോട് പറഞ്ഞു, നമ്മൾ ഈ സിറിയൻ ഓർത്തഡോക്സ് സഭയിലൊന്നും ഈ ഉപദേശിമാർക്കൊന്നും വലിയ സ്ഥാനമൊന്നുമില്ല, അതുകൊണ്ട് ഒരച്ഛനാകുക അതിന് ഏറ്റവും പറ്റിയ മാർഗം. നമ്മൾ അറിഞ്ഞ ഈ ആത്മീയ സത്യം മറ്റുള്ളവരോട് പറയാനായിട്ട് സാധിക്കണമെങ്കിൽ ഒരച്ഛനായേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് അച്ചമ്പട്ടത്തിന് പോയി പഠിക്കാനായിട്ട് പറഞ്ഞു. And that person told me, if you really want to serve God, there's only one way. You become a priest and you go to seminary and study to become a priest. അങ്ങനെ സെമിനാരിയിൽ പോയി അച്ചമ്പട്ടത്തിന് പഠിക്കാനായിട്ട് തുടങ്ങി. That's how I went to the seminary and started. സുറിയാനിയൊക്കെ നന്നായിട്ട് പാടാൻ നല്ല വാസന ഉണ്ടായിരുന്നുണ്ട്. വേഗത്തിൽ, അതും 2-3 വർഷം കൊണ്ട്, 5 വർഷത്തെ കോഴ്സാണ്. എന്നാൽ വേഗത്തിൽ തന്നെ ഞാൻ 3 വർഷം കൊണ്ട് എല്ലാം പഠിച്ച് പെട്ടെന്ന് അച്ഛനാകാനായിട്ട് ഇടയായി തീർന്നു. It's a 5 years degree, but because I had this innate talent of singing and singing any language in a beautiful melodious manner, I could complete the degree within 3 years. അപ്പോൾ അച്ഛനായി കഴിയുമ്പോൾ ഏവൻഗേലിയവും വേദഭാഗവും ഒക്കെ വായിച്ചു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ പ്രസംഗിക്കാനുള്ള സമയമുണ്ട്. ആ സമയത്ത് ഈ സത്യങ്ങളെല്ലാം ജനത്തോട് പറയാമല്ലോ എന്നുള്ളതായ ആ കാഴ്ചപ്പാടാണ് അച്ഛനാകാനായിട്ട്, രക്ഷിക്കപ്പെട്ടതിന് ശേഷം അച്ഛൻപട്ടതിന് പഠിക്കാൻ പോകാനായിട്ട് ഇടയായി. After I got the salvation experience, I chose to do the priesthood because I was thinking, after reading the particular scripture in the church setup, I can preach the word of God and the truth to the people. ഒത്തിരി പ്രയോജനം ചെയ്തു. പലയിടങ്ങളിൽ കടന്നു പോകുവാനും കൺവെൻഷൻ മെസ്സേജുകൾ പറയുവാനും അനേകരെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും ആ നാളുകൾ ഇടയായി തീർന്നു. And it actually did bring benefit to me in my ministry. I was used to lead many people to salvation. അപ്പോൾ എന്നോട് ഒരു ദൈവദാസൻ പറയുകയുണ്ടായി, സാജു അച്ഛ കൂടുതലായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം വായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൂടുതലായിട്ട് ദൈവവചനം വായിക്കുന്ന കൂട്ടത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം കൂടുതൽ വായിക്കാനായിട്ട് തുടങ്ങി. And one particular man of God, he told me, Saju Acha, priest Saju, you should start reading more from the Gospel of John. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു ഭാഗമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. And you see the Gospel of John chapter 8 verse 31, the Lord Jesus telling to the Jews who believed in him, എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാകും, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കി തീർക്കുമെന്ന് ഉള്ള വചനം. Then Jesus said to those Jews who believed him, if you abide in my word, you are my disciples indeed, and when you know the truth will set you free. Praise the Lord. അപ്പോൾ ആ വചനം തുടർന്ന് ആവർത്തിച്ച് വായിക്കുവാനായിട്ട് ഇടയായി.
അനേക യഹൂദന്മാര് വിശ്വാസത്തിൽ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ദൈവവചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞതായിട്ടുള്ള വേദഭാഗമാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമേ എൻ്റെ ശിഷ്യനായിട്ട് ഇരിക്കാനായിട്ടുള്ള യോഗ്യതയുള്ളൂ. Amen. And this particular verse was spoken to the Jews who believed in Jesus Christ. He told them, if only you abide in my word, you will be my disciples. Praise the Lord. Hallelujah. സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കി തീർക്കുമെന്നുള്ള ആ വചനം എൻ്റെ ആഴമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. And this verse started speaking intimately into my heart that if I know the truth should set me free. എല്ലാ ഞായറാഴ്ചയും കുർബാന ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം, ഓർത്തഡോക്സുകാരായിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ എഴുന്നേൽപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. Amen. And if you traditionally follow the Orthodox background, there's a particular portion the priests say that, Lord God, you raise a priest who teach the word of God in truth. അപ്പോൾ ഞാൻ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഒരച്ഛന്മാരും ഈ സത്യം ജനത്തെ പഠിപ്പിക്കുന്നില്ല. And I started analyzing this and I came to know that the truth the priests are not teaching the people. യാക്കോബായാലും എപ്പിസ്കോപ്പൽ സഭകൾ, ഈ കത്തോലിക്ക സഭയിലായാലും യാക്കോബായ സഭയിലായും ഓർത്തഡോക്സ് സഭയിലായും മർത്തോമാ സഭയിലായും CSI സഭയിലായാലും ഇവാഞ്ചലിക്കൽ സഭയിലായാലും ദൈവവചനം സത്യമായിട്ട് ഇവരാരും പഠിപ്പിക്കുന്നില്ലെന്നുള്ള എനിക്ക് മനസ്സിലായി. And I understood and came to know sadly that any Episcopal churches you see, the priests, they are not able to teach the word of God in a truth manner to the people. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അച്ഛനായതുകൊണ്ട് എനിക്കൊരു നിർബന്ധമുണ്ട്. എനിക്ക് സാധാരണ അച്ഛന്മാരെ പോലെ ഒരു അച്ഛനായ പോരാ, എനിക്ക് ദൈവവചനത്തിൽ നന്നായിട്ട് അനുസരിച്ച് ആ വചനം പ്രമാണിച്ച് ജീവിക്കുന്ന കർത്താവിൻ്റെ ഒരു ശിഷ്യനായി തീരണമെന്നുള്ള വലിയ ആഗ്രഹവും താല്പര്യവും എൻ്റെ ജീവിതത്തിലുണ്ടായി. And I had this great interest and desire and ambition in my heart because I became a priest after the salvation experience. I really wanted to teach the people what the word of God says and the truth from the word of God. തിമോഥെയോസിന്റെ രണ്ടാം ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, അല്ലെ അതിൻ്റെ 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. Let us draw attention to 2 Timothy chapter 3 verse 14 onwards. നീ ഇന്നവരോട് പഠിച്ചെന്ന് ഓർക്കുകയും എന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാൻ മതിയായ തിരുവെഴുത്തുകളെ നീ ബാല്യം മുതൽ അറിയുകയും പഠിക്കുകയും ചെയ്യുന്നുകൊണ്ട് അതിൽ തന്നെ നീ നിലനിൽക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Amen. Paul is telling to Timothy, but you must continue in the things which you have learned and been assured of, knowing from whom you have learned them. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നോക്കുക. ദൈവത്തിന് എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയുമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനായി തീരണമെന്ന് അവിടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. And it says that from childhood you have known the holy scriptures which are able to make you wise for salvation through faith which is in Christ Jesus. അപ്പോൾ ദൈവവചനം എന്തു പറഞ്ഞിരിക്കുന്നു ആ വചനമെല്ലാം അനുസരിച്ച് ഒരു തികഞ്ഞ ഒരു 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 ദൈവമകൻ അല്ലെങ്കിൽ ഒരു ആത്മീയനായി അല്ലെങ്കിൽ ഒരു ശിഷ്യനായി ജീവിക്കണമെന്നുള്ള വലിയ താല്പര്യം എൻ്റെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി തരുവാനിടയായി. So I started developing this interest and desire in me that if I know the word of God, I want to live by the word of God, according to the word of God and in the truth of the word of God. Praise the Lord. Hallelujah. യോഹന്നാന്റെ സുവിശേഷത്തിൽ പിന്നെ നമുക്ക് അതിൻ്റെ 14-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുമ്പോൾ 23-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. In the Gospel of John chapter 16 verse 23 you see that if you love me you will obey the word. അങ്ങനെ വചനം പ്രമാണിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പിതാവ് അവരെ സ്നേഹിക്കും. And when you start obeying the word of God, what will happen? You will enjoy love relationship from ഞങ്ങൾ അവന്റെ Father. അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. And they will come, the Father and the Son come together and dwell among you and within you. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി നിശ്ചയമായിട്ടും ദൈവത്തിന്റെ എല്ലാ വചനങ്ങളും അനുസരിച്ചിരിക്കണം. And if we say we love Jesus, we are called to obey the scriptures or the word of God. അങ്ങനെ അനുസരിക്കുമ്പോൾ ലോകക്കാരൻ നിന്നെ വെറുക്കും, പക്ഷേ സ്വർഗത്തിലെ അപ്പച്ചൻ നിന്റെ അടുക്കൽ വന്ന്
പിതാവ് മാത്രമല്ല, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മോട് കൂടെ വാസം ചെയ്യും. Amen. When you start obeying this truthful word of God, you might have to go through, endure the hatred from people from the world. But what will happen? Father, Son, and the Holy Spirit, they come together and they start to come into you and live with you. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? And about such people we can see in Corinthians that you are the temple of God, and don't you know that the Holy Spirit lives in you? Praise the Lord. ഒന്ന് യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ വചനം എന്താ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നുവെന്ന് വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു. Amen. The word of God explicitly say in 1 John that if you know God and if you say you know God, but if you're not obeying the word of God, you're a liar. യേശുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. Everybody loves Jesus. യേശുവിൽ കൂടെയുള്ള സൗഖ്യവും വിടുതലും എല്ലാവർക്കും വലിയ താല്പര്യമാണ്. Everyone want to receive healing, യേശു deliverance പറഞ്ഞ from വചനം Jesus. അനുസരിക്കാൻ പറഞ്ഞാൽ അവർ വടി കൊണ്ടടിക്കും. Amen. But if I tell you to obey the word what the Lord Jesus spoke, they will come with a stick to ഈ hit പരിപാടി us. പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞ് നമ്മൾ ഓടിക്കും. And they will chase us away. പ്രിയമുള്ളവരെ, അവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കള്ളന്മാരെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. And God is calling them liars. Praise the Lord. ഹല്ലേലൂയ. അത് പോപ്പായാലും അമ്മേനി ആയാലും തിരുമേനി ആയാലും അച്ഛനായാലും അമ്മേനി ആയാലും ഏത് വ്യക്തി ആയാലും യേശുവിന്റെ വചനം അനുസരിച്ചില്ലെങ്കിൽ നീ കള്ളൻ തന്നെയാണ്. And there is no discrimination in that. Whatever titles that you hold, pope, priest, bishop, deacon, if you're not obeying the word of God, then God calls them as liar. ഹല്ലേലൂയ. 2 യോഹന്നാന്റെ ലേഖനത്തിൽ പറയും, എൻ്റെ മക്കൾ ചില സത്യത്തിൽ നടക്കുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് ദൈവവചനമുണ്ട്. In 2 John we see that I rejoice to see that you are living and walking in truth. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വീട്ടിൽ ഒരു CSL ഉപദേശി വരുമായിരുന്നു. And there used to be a minister who was from Church of South India used to come to my house. അല്പം പുറകിലേക്ക് പോവുക. അപ്പോൾ അദ്ദേഹം എന്നെ വീട്ടിൽ വരുമ്പോൾ എന്നെ അദ്ദേഹം മടിയിലേക്ക് ചേർത്തിരുത്തും. എന്നിട്ട് Whenever he used to come, he used to hold me very close to him. എന്നിട്ട് എപ്പോഴും എന്നെ പഠിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട്. And he used to teach me this particular song. യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ഇപ്പോഴും എല്ലാ ദിവസവും ഞാൻ ആ പാട്ട് പാടും. Amen. This particular beautiful song, it goes like this: Lord Jesus, make me like you. Let me be conformed to your image. So every day I'm singing this song even now. എൻ്റെ ദൈവമക്കളെ, ഞാൻ ആത്മാർത്ഥമായിട്ട് ഇന്ന് രാത്രി പറയുകയാണ്, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, കർത്താവിൻ്റെ ഒരു ശിഷ്യനായി തീരണം. ശിഷ്യത്വത്തിലേക്ക് നമ്മൾ കടന്നു വരണം. Amen. Let me tell you sincerely from my heart, I have this desire that we have to come into the discipleship of the Lord Jesus Christ. I want to be a disciple of Lord. സ്നാനപ്പെട്ടാലെല്ലാം കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നത്, കർത്താവ് ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി അനുസരിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. Let me tell you, baptism is not the end. We have to keep on praying and asking God, Lord, reveal the truth in me and transform me on a day-to-day basis. ഈ അവസരത്തിൽ ഞാൻ അച്ഛനായിരിക്കുമ്പോൾ അനേക ഇടങ്ങളിൽ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകും. And when I used to be a priest in the congregation where I used to preach in many places. ഒരിക്കൽ ഞാൻ വയനാട്ടിൽ മീനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വലിയൊരു ചർച്ചുണ്ട്. അവിടുത്തെ അവിടുത്തെ വലിയ കൺവെൻഷൻ നടക്കുകയാണ്, സെൻട്രൽ കൺവെൻഷൻ നടക്കുകയാണ്. അപ്പോൾ അടുത്തുള്ള എല്ലാ പള്ളികളിലെയും അച്ഛന്മാരും വിശ്വാസികളും ആ കൺവെൻഷന് കടന്നു വന്നിട്ടുണ്ട്. And there was a very regional place in Kerala, and I went to a congregation, and there were a lot of bishops and deacons and priests came to that prayer meeting. ഞാനും എൻ്റെ അമ്മച്ചിയും കൂടിയാണ് ആ കൺവെൻഷനായിട്ട് കടന്നു പോയത്. I went with my mother. പ്രൈസ് ദി ലോർഡ്. കൺവെൻഷൻ തുടങ്ങി. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം കർത്താവ് നിക്കോദീമസും തമ്മിലുള്ള ആ സംസാരമായിരുന്നു എൻ്റെ വിഷയം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിക്കോദീമസിനോട് കർത്താവ് പറഞ്ഞു, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ എന്താ
ദൈവരാജ്യം അവകാശമാക്കാൻ ആർക്കും കഴിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. And I was allocated a theme to preach, or my matter of the sermon was from John chapter 3, the life of Nicodemus, and Jesus is telling Nicodemus, unless you're born again, you won't be a kingdom of God heir. ഞാൻ അടുത്തതായിട്ട് പറഞ്ഞു, മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഹല്ലേലൂയ നൽകപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല എന്ന് ഞാൻ വളരെ സ്പഷ്ടമായിട്ട് അന്ന് രാത്രി പ്രസംഗിക്കാനായിട്ടിടയായി. And I told them today to the people that there is no other name given under heaven or on earth through whom you will be receiving the salvation, only through Christ Jesus. ഞാൻ സത്യമായ കാര്യം പറയും, ഈ വാക്ക് പ്രസംഗിക്കുകയും ഒരു വൈദികൻ എഴുന്നേറ്റ് വന്ന് എൻ്റെ കയ്യിൽ മൈക്ക് തട്ടിപ്പറിച്ചു. As soon as I spoke this verse, a priest came, because it was a priest fellowship. Priest came and snatched the microphone away from me. 25 വൈദികർ അവിടെ ഇരിക്കുന്നുണ്ട്. There were 25, almost 25 priests were sitting ഒരു there. 12,000-ലധികം വിശ്വാസികളും ജനങ്ങളും അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. And there were a lot of 2,000 congregants sitting in the അവരെല്ലാവരും നോക്കി congregation. നിൽക്കുമ്പോൾ ഈ വൈദികൻ എൻ്റെ കയ്യിൽ മൈക്ക് വാങ്ങി പിടിച്ചിട്ട് പറയുകയാണ്, യേശുക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ എന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ല, സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ല, കൂദാശകളിൽ കൂടിയും മറിയാമിൽ കൂടിയും വിശുദ്ധന്മാരിൽ കൂടിയൊക്കെ മാത്രമാണ് രക്ഷ, അങ്ങനെ അച്ഛൻ പ്രസംഗിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. And he came and told me, snatching away the microphone from my hand, and told me that please don't preach like this, that only through Jesus Christ you will be saved, because our congregation, our denomination teaches the people only through rituals and ceremonies and particular songs and rituals they will be saved. അപ്പം ഞാൻ അന്തരീക്ഷം ഒന്ന് ശാന്തമായിക്കൊള്ളട്ടെ എന്ന് വെച്ചിട്ട് അനുഗ്രഹത്തിന് അധിപതി എന്നുള്ള പാട്ട് പാടാൻ പറഞ്ഞു എല്ലാവരും. And I used my wisdom and said to myself that let the atmosphere be a little bit calmed down, and I started ഞാൻ singing അറിയാതെ a ഒന്ന് song. കൈയടിച്ചു പോയി. And I started clapping my hands. തൻ്റെ കൈയിടിയും പാട്ടും പരിപാടി നിർത്തിക്കോളാൻ പറഞ്ഞു. And the priest came and told me very rude manner that stop everything, stop clapping and preaching, go home. 5 മിനിറ്റോ ഞാൻ പ്രസംഗിച്ചുള്ളൂ. And I only preached 5 minutes. Praise the Lord. ഞാൻ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞില്ല. I did not speak about baptism. സ്വർണ്ണം ഉരുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല. I did not speak about removing ornaments. Praise the Lord. ഞാൻ പ്രസംഗം തുടങ്ങിയുള്ളൂ. I only started my sermon. ഞാൻ അപ്പം തന്നെ എൻ്റെ അമ്മേനെ വിളിച്ച് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി 10 മണിക്കുള്ള ഗോതമ്പങ്ങനെ ബസ്സിന് കയറി ഞങ്ങൾ And I നാട്ടിലേക്ക്. called my mom and we went home. എന്താ സംഭവിച്ചെന്നറിയാമോ? You know what happened? പിറ്റേ ദിവസം ആ യാക്കോബായ സഭയിൽ 45 വീട്ടുകാർ പെന്തക്കോസ്തിലേക്ക് പോയി. Wow, hallelujah. You know what happened the next day in that particular congregation, Jacobite congregation, 45 people, they went and became born again and became Pentecostals. പിന്നീട് ഞാൻ 10 വർഷം കഴിഞ്ഞാണ് വയനാട്ടിൽ നമ്മുടെ സഭ തുടങ്ങിയപ്പോൾ, ഇപ്പോൾ അവിടെ 8-10 സഭകളുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ വന്ന് എന്നോട് ക്ഷമ പറഞ്ഞു, അച്ഛാ സാജു അച്ഛാ അന്ന് അറിയാതെയൊക്കെ പറഞ്ഞതാണ്, ക്ഷമിക്കണം, ഇപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ പ്രാർത്ഥനയും സ്തോത്രവും ഹല്ലേലൂയ എല്ലാം ഉണ്ട്. Amen, hallelujah. And after 10 years I went again to the same place, because I have a couple of churches there now, and this particular priest came and apologized to me and said, now in our churches 100 കണക്കിന് ആളുകൾ ആ സഭയിൽ നിന്ന് സ്നാനപ്പെട്ട് പെന്തക്കോസ്ത് സഭകളിലേക്ക് പോകാനായിട്ടാണ്. lot of people from that particular congregation, they അപ്പോഴാ went. ജനത്തിന് മനസ്സിലായി ഇതുവരെ ഞങ്ങളെ കള്ളമാ പഠിപ്പിച്ചിരുന്നത്, യേശുക്രിസ്തുവിന്റെ രക്ഷ എന്നുള്ളതൊന്നും സഭയിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല. And that's when the people understood. Till now we've been hearing lies. Praise the Lord. Hallelujah. God. ഒത്തിരി വചനങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്, എല്ലാത്തിനും എനിക്ക് സമയമില്ല. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 8, 9, 10 വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. Praise the Lord. Chapter 1 verse 8 and 9. ധന്യനായ പൗലോസ് പറയുന്ന വേദഭാഗമാണ്. നമുക്ക് എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഓർത്തഡോക്സിലെ യാക്കോബായ സഭയിൽ ഒരു പാട്ടുണ്ട്, പൗലോസ് ശ്ലീഹാ ധന്യൻ ചൊൽകട്ടെ നിദേവം. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, അത് മർത്തോമയിലൊക്കെ ഉണ്ട് ആ പാട്ട്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതിന് വിപരീതമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞാലും അവൻ അനുസരിക്കരുത്, അവൻ ശപിക്കപ്പെട്ടവനായിരിക്കും. There's a song goes like this in our congregation, that even if an angel comes from heaven and talks something other than the word of God, he is cursed.
ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശത്തിന് വിപരീതമായി ആര് പ്രസംഗിച്ചാലും എത്ര സഭ പൊക്കിപ്പണിതാലും അത് ദൈവസഭയായിരിക്കില്ല, വെറും ഒരു സമൂഹമായിരിക്കും മാത്രമേ ഉള്ളൂ. Amen. Hallelujah. We should know that we should be discerning. If anyone is teaching what is contrary to the word of God, whatever building or the big churches that you build, it is not a church, but it is just a community. 2 യോഹന്നാൻ 9-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ 2 യോഹന്നാൻ John John chapter 9 verse 9. ഹല്ലേലൂയ. അവിടെ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് അതിര് കടന്നു പോകുന്നവര് ആരും എന്താ പറഞ്ഞിരിക്കുന്നത്? വ്യക്തമായിട്ട് പറയും, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. Here it says, whoever transgresses and does not abide in the doctrine of Christ does not have God. He who abides in the doctrine of Christ has both the Father and the Son. അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം എന്താ? What was the doctrine apostles were teaching? അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവസഭയുടെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ. In Acts 2 you can see the 7 basic doctrines of God's church. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെടണം. You need to repent. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. You need to be baptized. വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് വേർപെടണം. You need to be set apart. You need to be filled with the Holy Spirit. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ പ്രകാരമുള്ളതായ എന്താ പ്രാർത്ഥനയും കൂട്ടായ്മയും ഹല്ലേലൂയ അപ്പം നുറുക്കൽ ശുശ്രൂഷയും ആണ് ദൈവസഭയുടെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ. ഈ ഉപദേശത്തിൽ അല്ലാതെ പണിയപ്പെടുന്ന ഒരു സഭയും ദൈവസഭ ആയിരിക്കത്തില്ല എന്നുള്ളതായ ആ വലിയ സത്യം ദൈവാത്മാവ് എൻ്റെ ഉള്ളത്തിൽ തന്നു. Amen. And the Spirit of God started revealing all this truth, profound truth in the Word of God. What is a church? The 7 basic doctrines of a church. And it started pondering and speaking to me. അനേക സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഞങ്ങൾ സ്റ്റേജുകൾ തകർക്ക് ഞങ്ങളെ ഓടിക്കാനൊക്കെ ഇടയായി തീർന്നു. അതൊന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും തീരത്തില്ല. ഹല്ലേലൂയ. ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. I had to go through a lot of trials and tests and persecutions because of the sake of gospel. നമ്മുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നവരുടെ കല്യാണം നടത്തി കൊടുക്കത്തില്ല, വിവാഹം നടത്തി കൊടുക്കത്തില്ല, കുഞ്ഞുങ്ങളുടെ മാമോദിസ നടത്തി കൊടുക്കത്തില്ല, ശവടക്കി മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടത്തില്ല. ഇങ്ങനെയെല്ലാം സംഭവങ്ങൾ ജീവിതത്തിലുണ്ടായി. I had a lot of practical hardships as well because I left priesthood. There was problems within the family. People were trying to cause problems to our family. Praise the Lord. ഒരു ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് സുന്നഹ് ദിവസം കൂടി അച്ഛന്മാരായ ഞങ്ങളെ വിളിക്കാനായിട്ടിടയായി. And during this time, what happened? All the priests and the bishops, they started gathering and forming council against us. നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇനി മേലാൽ അത് പറ്റത്തില്ല. സഭയുടെ ഉപദേശമേ പ്രസംഗിക്കാവുള്ളൂ, സഭയുടെ സുവിശേഷമേ പ്രസംഗിക്കാവുള്ളൂ, നിർമ്മല സുവിശേഷം ഒന്നും നിങ്ങൾ പ്രസംഗിക്കണ്ട എന്ന് ഞങ്ങളോട് താക്കീത് ചെയ്തു. ചില നിർദ്ദേശങ്ങളെല്ലാം അവർ എഴുതി ഞങ്ങളെ കാണിച്ചു തന്നു. അത് വായിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം പോലും ദൈവവചനപ്രകാരം എന്താ അനുസരിക്കാനായിട്ട് പറ്റാത്തതാകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി സഭയിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു വിടുകയാണ്. And the council started talking to us and asking us that you should not be preaching the gospel and this pure gospel and all. And they started giving all the instructions that we have to abide with. And when I started analyzing all the instructions, it was against the word of God. And that's how they banned us from the church or the congregation. ഈയിടയ്ക്ക് ഞങ്ങൾ കൂടുതൽ ദൈവവചനം വായിക്കാനും ശക്തിപ്പെടാനും ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ എതിരുകൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്നാനപ്പെട്ട് വേർപെടേണ്ട ആവശ്യകതയെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യമായി. അങ്ങനെ ഞങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. And yet we were growing strong in the word of God. We were learning the word of God, and there was a time came that we knew that we have to be baptized. We need to receive the baptism, and that's how we got separated from the church. സ്നാനം ശരിയാണ്, വിശ്വാസ സ്നാനം ശരിയാണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു വർഷങ്ങൾക്ക് മുന്നമേ. എന്നാൽ
അത് അനുസരിപ്പാൻ അതിലേക്ക് വരാനുള്ള ഒരു ധൈര്യം വേണ്ട പോലെ ഞങ്ങൾക്ക് ആ നാളുകൾ ഉണ്ടായിരുന്നില്ല. Even years ago when I was a priest, I used to know that baptism is truth, but I did not have the courage or the boldness to obey it. സഭയിലെ പല വിശ്വാസികളും ഞങ്ങളുടെ അടുക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും പോയി എവിടെയെങ്കിലും പോയി സ്നാനപ്പെട്ടോ എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. Even the people used to come and tell us that, Acha priest, we have to take the baptism, and they would say that you go and take the baptism, leave us alone. ഞാൻ അവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് 2 പള്ളിയുടെ വികാരിയും ഒരു സ്കൂളിൻ്റെ മാനേജറും ഒക്കെ ആയി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണത്. I used to be a priest, vicar of 2 different churches, and I was a manager of the school as well. ആ വേളയിൽ സ്നാനപ്പെട്ട ചില കുടുംബങ്ങളെ ഞാൻ സഭയിൽ നിന്ന് മുടക്കിയിട്ടുണ്ട്. And people who got baptized, I even banned them during that time. Praise the Lord. Hallelujah. പിന്നീട് ഞാൻ അവരോടൊക്കെ പോയി ക്ഷമ പറയാനായിട്ട് ഇടയായി തീർന്നു. And I went back and apologized to them. ഞങ്ങളിങ്ങനെ ഞാൻ ചുരുക്കമായിട്ട് പറയട്ടെ, ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും ഞങ്ങൾ സ്നാനപ്പെടാൻ ഏകദേശം 12 അച്ഛന്മാരാണ് ഇങ്ങനെ മനസ്സിൽ തീരുമാനമെടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒരു ദിവസം ഇതുപോലെ ആഗസ്റ്റ് 1990 ജൂൺ മാസത്തിൽ സഭയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിപ്പാനായിട്ടിടയായി. Let me tell you very briefly, there were 12 priests. We were continually praying in regards to the baptism matter, and in 1990 June, in the month of June, I was conducting or performing the Holy Mass within the church. Praise the Lord. Hallelujah. ഞാൻ വേദപുസ്തകത്തിലെ കൂടുതൽ ഭാഗങ്ങളൊന്നും പഴയ നിയമമൊന്നും കൂടുതൽ അങ്ങനെ വായിച്ചിട്ടില്ല. പക്ഷേ പഴയ നിയമത്തിലെ ഒരു വേദഭാഗമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സമയത്ത് എന്നെ കാണിച്ചു തന്നത്. When I was a priest, I did not have much knowledge or read the Old Testament, but suddenly I felt the God was speaking to me from the Old Testament. എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നത് സാജു മോനെ എന്നാണ്. My mother used to call me with a pet name saying baby Saju. എൻ്റെ അമ്മ എന്നെ വിളിക്കുന്ന പോലെയാ ദൈവശബ്ദം ഞാൻ, സാജു മോനെ, നീ 2 പള്ളിയുടെ വികാരിയാണ്, നിന്റെ പാട്ടും കുർബാനയും ചൊലുത്തും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാർ ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു, എൻ്റെ ജനത്തിനു അതിഷ്ടമാകുന്നു. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? യിരെമ്യാവിൻ്റെ പുസ്തകം, ജെറമ്യ 5-ാം അധ്യായം 31-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. വാക്യങ്ങളൊക്കെ ചിലത് മറന്നു പോകും. പ്രൈസ് ദി ലോർഡ്. Jeremiah chapter 5 verse 31. Hallelujah. So it says the prophet. എന്നാൽ അവിടെ അവസാനം പറഞ്ഞ ഒടുക്കം സാജുമോനെ, ഒടുക്കം ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി ദിവസത്തിൽ നീ വികാരിയായിരിക്കുന്ന 2 പള്ളിയിലെ ഇടവക്കാരുടെ ആത്മാക്കളുടെ വില ഞാൻ നിന്നോട് ചോദിക്കും, നീ ഉത്തരം പറയണം. I started listening to the Holy Spirit, and God started dealing with me, and I was hearing this sound saying that this verse from the Old Testament, the prophets prophesy falsely and the priests rule by their own power, and my people love to have it so, but what will you do in the end? എനിക്ക് അല്പസമയത്തേക്ക് കുർബാനയെല്ലാം പറ്റാതെ വന്നു. And I could not just continue conducting the Holy Mass. കപ്പ്യാർ ഓടി വന്നു, എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്ക് ആണോ എന്താ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ചു. I started feeling weak, and the people started coming. അന്നേ ദിവസം ഒരു തരത്തിൽ ഞാൻ ബാക്കി ഭാഗങ്ങൾ ചൊല്ലി അവസാനിപ്പിച്ചു. I somehow finished the Holy Mass. ഞാൻ അവസാനം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ട വൈദികനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. At the end, വിശ്വാസ സ്നാനം ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അടുത്ത ദിവസം സ്നാനപ്പെട്ട് ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്നെ കഴിഞ്ഞ നാളിൽ സഹായിച്ചതിനും സഹകരിച്ചതിനും എല്ലാവരോടും നന്ദി പറഞ്ഞ് എല്ലാവരെയും അനുഗ്രഹിച്ച് ഞാൻ ലാസ്റ്റ് കുർബാന ചൊല്ലി അന്ന് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകും. And at the end, I had the courage to tell the people that you know that I'm a saved priest, I'm baptized, and I just want to obey the word of God. I want to bless you and finish my service to you at this time. ഈ അവസരങ്ങളിൽ തന്നെ മറ്റ് വൈദികർക്കും, ഞങ്ങൾ 12 പേരാണ് സ്നാനപ്പെടായിരുന്നെങ്കിലും അവസാനം എല്ലാവരും പേടിത്തൊണ്ടന്മാരായിട്ട് കുറച്ച് പേര് മാറിപ്പോയി. അവസാനം ഞങ്ങൾ 5 പേർക്ക് അതിനുള്ള ഭാഗ്യം കിട്ടി. ഓഗസ്റ്റ് മാസം 4-ാം തീയതി തിരുവല്ലയ്ക്കടുത്ത് നീരേറ്റുപുറം എന്ന് പറയുന്ന സ്ഥലത്ത് പാസ്റ്റർ കെ.സി. ജോണിൻ്റെ
കൈക്കീഴിലാണ് അന്ന് സ്നാനപ്പെടാനായിട്ട് ഇടയായി തീർന്നത്. Though there were 12 people, we were praying for baptism and preparing for it, but some people became timid and coward, they left. But then 5 priests among us, we took the decision and we got baptized under the hands of Pastor K.C. John. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Amen. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെട്ട് കഴിഞ്ഞ ശേഷം വളരെ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളോളം പറയാനായിട്ടുണ്ട്. അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ അവിടെ എല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപയാൽ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാനുള്ള വലിയ ഭാഗ്യം കർത്താവ് നൽകി തന്നു. After I took the faith baptism, I had to go through a lot of wilderness, lot of trials, lot of persecutions. But let me tell you, by the grace of God, we could continue in this journey. സ്നാനപ്പെട്ടതിന് ശേഷം ആദ്യം പോയത് വാര്യാപുര യോനാച്ചാനെ കാണാനായിട്ടാണ്. Amen. After I took the faith baptism, first I went to see a powerful man of God. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം. ഞങ്ങൾ സ്നാനപ്പെടുന്നതിന് മുന്നമേ ഇങ്ങനെ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്ന് ചില വൈദികർ സ്നാനപ്പെട്ട് ഇറങ്ങുന്നതായിട്ട് അദ്ദേഹത്തിന് ദർശനം കിട്ടി. അങ്ങനെ അത് പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. He was a true prophet of God, and even before we priests came into the faith, he had a vision and prophecy from God that couple of priests from Kerala, they'll come out of the church setup and they will be baptized. So I wanted to go and meet him. അദ്ദേഹം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഞങ്ങൾ കടന്ന് ചെന്ന സമയം ഒന്ന് രണ്ട് വാക്കിൽ ഞങ്ങളെല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആദ്യം കുന്നുമേലച്ചൻ പ്രാർത്ഥിച്ചു, രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് രണ്ട് വാക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞും ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ കൂടി എന്നോട് സംസാരിപ്പാനിടയായി. ഹല്ലേലൂയ. Amen. During that time, this particular powerful prophet of God, he was in fasting and prayer, and he asked us each of the priests to pray, and I started praying, and then after 2 minutes he started prophesying over me. എൻ്റെ മകനെ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് കൂടെയുണ്ട്. നീ വിദേശ രാജ്യങ്ങളിലേക്ക് ഞാൻ നിന്നെ അയക്കുന്നു. നീ ഉടൻ തന്നെ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ കടന്നുപോയി ദൈവവചനം ശുശ്രൂഷിക്കാൻ ഉള്ള ഒരു അറിയിപ്പാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഡേറ്റിൽ തന്നെ എനിക്ക് ആദ്യമായിട്ട് അമേരിക്കയിലൊക്കെ പോകാനിടയായി. ഇപ്പോൾ ഏകദേശം 22 രാജ്യങ്ങൾ കടന്നുപോയി. എനിക്ക് വിദ്യാഭ്യാസം വളരെ കുറവുള്ള വ്യക്തിയാണെങ്കിലും അനേക ഉന്നതന്മാർ പോലും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ ദൈവവചനവുമായി കടന്നു ചെന്ന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവവചനം സംസാരിപ്പാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ലഭിച്ചു. സ്വിറ്റ്സർലൻഡിൽ, ജനീവയിൽ, ഐക്യരാഷ്ട്രസഭയിൽ അവിടെയും പോയി ദൈവവചനം പറയാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ലഭിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ സ്തോത്രം. അനേക രാജ്യങ്ങളിൽ ദൈവം അയച്ചു. അവിടെയൊക്കെയും അനേക 100 കണക്കിന് ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുക, അനേകരെ സ്നാനപ്പെടുത്തുവാനൊക്കെ ഭാഗ്യം ജീവിതത്തിൽ ലഭ്യമായി. And this prophet started speaking over me, and he said, son, God is sending you to many places all across the nations, all across the world. And he started giving me specific details and date as well. And to the true prophecy, I started traveling, and I even went to the United in Geneva. Hallelujah. Praise. ഞാൻ 10 വർഷം ജനീവ ഐക്യരാഷ്ട്രസഭയുടെ മെയിൻ സ്ഥലമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. Different famous places. Yeah. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ 10 വർഷം സഭയിലെ അച്ഛനായിരുന്ന അവസരത്തിൽ 100 കണക്കിന് കുട്ടികളെ ഞാൻ മാമോദിസ മുക്കിയിട്ടുള്ള, വെള്ളം തളിച്ച് സ്നാനപ്പെടുത്തിയിട്ടുള്ളൊരു വൈദികനാണ്. Amen. When I was a priest in the congregation where I was, I used to baptize with sprinkling water lot of children, lot of babies. ഞാൻ സുറിയാനിയിൽ നന്നായിട്ട് കുർബാന ചെല്ലുന്ന വൈദികനായതുകൊണ്ട് 1986 കാനഡയിൽ ടൊറന്റോ എന്ന സിറ്റിയിൽ നമ്മുടെ സിറിയക്കാരുടെ ഒരു പള്ളിയിൽ വൈദികനായിട്ട് ഒരു വർഷം ഞാൻ സേവനം അനുഷ്ഠിച്ചു. In 1986, God sent me to Canada in that time to be the vicar of a Syrian Orthodox church. ടൊറന്റോയിൽ ആദ്യമായിട്ട് മലയാളം സർവീസ് ഒരു പള്ളി ആരംഭിച്ചത് ഞാനാണ്. Praise God. And in that place in Canada, the Lord helped me to start a Malayali church in 1986, first time. അവിടെയുള്ളവർ ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, അച്ഛൻ പറയണ സാലറി ഞങ്ങൾ തരാം, അച്ഛനെയും മക്കളെയും പിള്ളേരെയും എല്ലാം ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും, അച്ഛൻ പറയുന്ന വീട് വാങ്ങിച്ചു തരാം,
തരാം, എന്തും ചെയ്യാമെന്ന് അച്ഛനൊന്ന് മടങ്ങി വന്നാൽ മതി എന്ന് അവരുടെ പ്രാർത്ഥന. And even now, those people, they still call me asking that to come with the family. We will pay you anything. We will build you house. They are still calling me. ഞാൻ പറഞ്ഞല്ലോ, എന്നാൽ ഈ ഞാനിപ്പോൾ സ്നാനപ്പെട്ടിട്ട് 34 വർഷം ആയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. It's been 34 years I've been baptized. ഈ 34 വർഷത്തിനിടയിൽ ഏകദേശം 2500ഓളം ആളുകളെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകി തന്നു. സ്തോത്രം. In these 34 years, the Lord helped me to baptize 2,300 people. ഹല്ലേലൂയ. Amen. അതിൽ അച്ഛന്മാരുണ്ട്, അമ്മായിമാരുണ്ട്, കപ്പ്യാരന്മാരുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്, അമ്മേനിമാരുണ്ട്. ഇനി ഒരു തിരുമേനിയും കൂടി സ്നാനപ്പെടുത്തണം എന്നുള്ള വലിയ ആഗ്രഹത്തിന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കുക. Among those thousands of people, there were a lot of people, bishops, deacons, ministers, lot of famous, strict Orthodox people were there. CC സഭയിൽ അടുത്ത ബിഷപ്പാകാനിരുന്ന ഒരു സിലിഗുഡിയിൽ വർക്ക് ചെയ്യുന്ന ജോൺസൺ ജോർജ് അച്ഛനെ സ്നാനപ്പെടുത്തിയത് ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. അനേക ഞാൻ പറഞ്ഞു വന്നത് വലിപ്പം പറയാനല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് ഞങ്ങൾ 5 അച്ഛന്മാർ ഇറങ്ങിയെങ്കിൽ ഏകദേശം ഇപ്പോൾ 250 മുകളിൽ വൈദികര് സ്നാനപ്പെട്ട് ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. Let me tell you, ours was a very small beginning. Only 5 priests came and set apart. But now, more than 250 priests, they came out and they're serving this living God. അനേക കന്യാസ്ത്രീകളുണ്ട്. മരിച്ചുപോയ അഞ്ജലി പോള് അവരെ എല്ലാ വർഷവും പലയിടങ്ങളിൽ കൂട്ടി വരുത്തുന്നതായ ഒരു ശുശ്രൂഷ ആ സഹോദരിക്കുണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയിൽ പല പ്രാവശ്യം എനിക്കും കടന്നുപോയി സംബന്ധിപ്പാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. Even nuns as well, they came and set apart and started serving the Lord as well. Praise the Lord. Amen. Hallelujah. Hallelujah. അതെ, 105 വയസ്സായ എൻ്റെ അപ്പച്ചനെയും 96 വയസ്സായ എൻ്റെ അമ്മേനെയും ഒക്കെ സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. Hallelujah. Even the Lord gave me the ability or helped me to baptize 105-year-old my grandpa and 96-year-old of my mother as well. എൻ്റെ പപ്പ 100ാമത്തെ വയസ്സിൽ തനിച്ച് കാനഡയിൽ പോയ ആളാണ്. Praise the Lord. My dad went to Canada when he was 100 years old. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് അനേക ജീവിതയാത്രയിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളെല്ലാം കർത്താവ് ഹല്ലേലൂയ ദൈവത്തിന്റെ ശുശ്രൂഷയുടെ ഇടയിൽ ചെയ്യുന്ന കാണാനുള്ള വലിയ ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ലഭ്യമായി. What am I trying to tell you? That I was able to witness the goodness and the mercy and the works and acts of God in and all throughout my journey. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, My dear brothers and sisters who are listening to me, വിശ്വാസ സ്നാനം ശരിയാണെന്ന് അറിഞ്ഞിട്ടും ഹല്ലേലൂയ ധൈര്യമില്ലാതെ ഭാരത്തോടെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടെന്ന് എനിക്കറിയാം. Are you somebody who know that the faith baptism is true but you don't have the courage to obey it? എൻ്റെ കൂട്ടുകാരായിരുന്ന പല വൈദികരോടും ഞാൻ ഇപ്പോഴും സംസാരിക്കാറുണ്ട്. Even now I have good rapid and talking among my priesthood friendship. അവരെന്നോട് പറയാറുണ്ട്, സാജു അച്ഛൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ ഞങ്ങൾക്ക് ഒരു ധൈര്യം കിട്ടുന്നില്ല. And they often tell me that Saju priest, I know that whatever you're telling is the word of God and it is the truth, but we don't have the courage to obey it. ഞാനും ഈ അവസ്ഥയിലൊക്കെ കൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഞാൻ ഈ കാര്യം സ്നാനത്തിന്റെ വിഷയം വരുമ്പോഴത്തേനും ഒരു പരവേശം, ഒരു തലയൊക്കെ ഒരു ഇടിവാളോ പൊട്ടലോ ചീറ്റലോ ഒക്കെ ഇങ്ങനെ വന്നു വല്ലാതെ വിഷമിച്ചൊരു വ്യക്തിയാണ് ഞാൻ. And I also went through the same thing. Whenever the topic of baptism I hear it, I used to sweat, I used to have all these panic attacks. ഓർത്തഡോക്സിൽ ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ബഹുമാനവും ആദരവും അല്ലേ. ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കൈ കഴുകാൻ വെള്ളം, കാല് കഴുകാൻ വെള്ളം, മുന്തിരിങ്ങ, ആപ്പിള്, കരിമീന്, അത് ഇത് എന്തോ ഒരു സുഖമാണ്. അതല്ലോ വിട്ടുപോകുന്നതിന് ഓർത്തിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കളുടെ അനുഭവത്തെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. അല്ലെ, ഞാനത് ഓർത്ത് പറയുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സ്നാനപ്പെട്ട് ഇറങ്ങിയതിന് ശേഷമുള്ള വിഷയങ്ങൾ വളരെ വലുതായിരുന്നു. അടികൊണ്ടിട്ടുണ്ട്, അസഭ്യ വാക്കുകൾ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ തിരുക്കണ്ണമെങ്കിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവവചനവുമായി കടന്നു ചെന്നപ്പോൾ ചെറുപ്പക്കാരൻ്റെ സ്റ്റേജിലേക്ക് കയറി ഒന്ന് എൻ്റെ കുഞ്ഞിക്ക് പിടിക്കാനായിട്ടിടെ. Amen. I used to get VIP treatment when I was in the priesthood circle, but when I left everything and I took the baptism, I had to go through a lot of persecutions. And even when I went to a particular place to preach, some young people, they came and tried to strangulate me. അന്ന് രാത്രി ഞാൻ ദൈവനാമത്തിൽ ആ മകനെ അനുഗ്രഹിച്ചു. Praise the Lord. Amen. And that night I blessed that young man. Praise the Lord. കഴിഞ്ഞ 1-2 വർഷം മുന്നേ ഞാൻ കുവൈറ്റിൽ ചെന്നപ്പോൾ ഹല്ലേലൂയ
അദ്ദേഹം പറയുക, സാജു അച്ഛൻ ഓർമ്മയുണ്ടോ അന്ന് അച്ഛൻ വന്നപ്പോൾ കുഞ്ചിക്ക് പിടിച്ച വ്യക്തിയാണ് ഞാൻ. പുള്ളി സ്നാനപ്പെട്ട് ഇപ്പോൾ ദൈവസഭയിൽ എൻ്റെ മ്യൂസിക് ലീഡറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. And I went to Kuwait a couple of years ago and I incidentally met this young man and he came and apologized and he asked me, Saju Achan, do you know me? That night I came and strangulated you, but now I'm serving the Lord, and he is serving as a music leader in one of the churches in Kuwait. അടുത്ത ദിവസം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ചില ചെറുപ്പക്കാർ കൂടി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സ്റ്റേജ് കത്തിച്ചു കളഞ്ഞു. And the next occasion I went to preach somewhere and some young men, they came and started firing the place where I was preaching. അന്ന് ആ കത്തി നശിച്ചതായ ആ ചാരത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ എൻ്റെ യേശുവിനെ ഉയർത്തി. Amen. And I started lifting my Lord Jesus and the gospel in midst of that ashes when the place was on fire. ഞാൻ ഡൽഹിയിൽ ചെന്ന്, ഞാനും വൈഫും ഉണ്ട്, ഡൽഹിയിൽ ചെന്നപ്പോൾ സാങ്കുട്ടി പാഷയുടെ സഭയിൽ ചെന്നപ്പോൾ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ 2 ചെറുപ്പക്കാർ മുമ്പോട്ട് വന്നു. സാജു അച്ഛ, ഞങ്ങളെ ഓർമ്മയുണ്ടോ? അച്ഛനന്ന് പൂയപ്പള്ളി വന്നപ്പോൾ അച്ഛൻ പ്രസംഗിച്ച സ്റ്റേജ് കത്തിച്ച് കളഞ്ഞ പിള്ളേരാ ഞങ്ങളിപ്പോൾ ഈ സഭയിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. And when I went to Delhi, I incidentally met this young man. They came and told us that, Saju Acha, do you remember this incident? It was us, but now we are serving this living God in this church in Delhi. മരോട്ടിച്ചാൽ എന്ന് പറയുന്ന സ്ഥലം തൃശ്ശൂർ അടുത്ത്. ഹല്ലേലൂയ. അവിടെ ഒരു സ്ഥലത്ത് ഭവനത്തിൽ ഒരു പ്രാർത്ഥനായോഗത്തിന് പോയപ്പോൾ അവിടെ അടുത്തുള്ള പള്ളിയിലെ അച്ഛനും 10-22 പള്ളിക്കാരും കൂടി വടിയും പത്തലൊക്കെ ആയിട്ട് കള്ളും കുടിച്ച് വന്നിട്ട് എന്നെ ഉപദ്രവിക്കാനായിട്ടും അവിടെ ആ മീറ്റിങ്ങിനെ അലങ്കോലപ്പെടുത്താനായിട്ടും ഇടയായി തീർന്നു. Another occasion I went to preach somewhere else, and even the priest from nearest church and his allies, they came and they started fighting against me. ആ ഭവനത്തിലെ അപ്പച്ചൻ ഗുണപ്പെടാത്ത വ്യക്തിയായിരുന്നു. And that grandpa in that particular family, അമ്മയും ഒരു മോളും നമ്മുടെ കൂട്ടായ്മയ്ക്ക് വന്നുകൊണ്ടിരുന്നവരാണ്. And the mother and daughter started coming to our fellowship. ഇത്ര കുറച്ച് 10-25 പേരോ. ഞാൻ പറഞ്ഞു എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. Only it was a very small fellowship, and I ദൈവം told നമ്മുടെ them ഒരു to അത്ഭുതം pray. പ്രവർത്തിക്കണം, എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് ഞാനും അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. And when these things were happening, I told the people, please close your eyes and start praying. Let there be a miracle that is performed by God. ജനലിൽ കൂടി കപ്പയുടെ വടിയും കൊണ്ട് എൻ്റെ പുറത്തിട്ട് കുത്താനും ബഹളം ഉണ്ടാക്കാനും തുടങ്ങി. And the people, the opposition party, they were coming and hitting me from the window channel. വികാരി അച്ഛൻ ആ വീട്ടിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, സാജുവിനെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ നിന്നെ വീട്ടുകാരെ ഞാൻ ഇന്ന് രാത്രി തന്നെ ഇടവകയിൽ നിന്നെ മാറ്റി മുടക്കുമെന്ന് പറഞ്ഞു. And the vicar of the nearest church, he came, entered into the house and told the householders, the people, you let Saju go, otherwise I'll have to do something major. ആ ഭവനത്തിലെ അപ്പച്ചൻ വേഗം എഴുന്നേറ്റിട്ട് പറഞ്ഞു, സാജു അച്ഛനെ എനിക്കറിയാം, സാജു അച്ഛനെ ഇറക്കി വിടണോ വേണ്ടോ എന്ന് ഞാനാ തീരുമാനിക്കണം. ഈ വീട്ടിലെ ഉടയവൻ ഞാനാണ്. താൻ എൻ്റെ വീട്ടിലെ പള്ളിയിലെ വികാരി അച്ഛനാണെങ്കിലും ഈ കള്ളുകുടിയന്മാരും ഈ പത്തൽ കൊണ്ട് ഈ രാത്രി ഇവിടെ വന്ന് ഇട്ടുചെരിയും, മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടുമെന്നും പറഞ്ഞ് വികാരി അച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അന്ന് രാത്രി ആ പിതാവ് ദൈവസന്നി മുഴങ്കാലം മുടക്കി യേശുവിനെ രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിച്ചു. ഒരു വീടടക്കം. Amen. Hallelujah. Even the grandpa of that house, he was not a good man, he was a villain type of man, but that time when the vicar came and confronted me, he stood up and he said, it is my decision, this is my house, whether Saju Achan needs to be here or not. And that night I could see they all as a household submitted to the power of the gospel. എന്താ സംഭവിച്ചെന്നറിയുമോ? 14 വർഷം വികാരിയായിരുന്ന അച്ഛനെ ആഴ്ച തന്നെ ഇടവക്കാരാ പള്ളിയിൽ നിന്ന് സ്ഥലം മാറ്റി. And you know what happened? That vicar was serving in that church for 14 years, but the people let him go. എന്നെ ഇറക്കി വിടാൻ വന്ന അച്ഛൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും സഹോദരിമാരും എല്ലാം സ്നാനപ്പെട്ട് അച്ഛൻ്റെ തറവാട്ട് വീട്ടിൽ ഒരു സഭ ആരംഭിക്കാൻ കർത്താവ് ഭാഗ്യം. And you know what happened to that particular priest? Everybody in his household, in his family, they got baptized, they got saved, and they started a church in their place. ഹൈറേഞ്ചിൽ അണക്കര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് 45 വീട്ടുകാർ ഒരുമിച്ച് ഇറങ്ങി വന്നു. ഒരു ദിവസം തന്നെ ഞാൻ അതിൽ 68-70 പേരെ ഞാൻ സ്നാനപ്പെടുത്താനായിട്ട് ഇടയായി തീർന്നു. The Lord helped me to witness this. There was a particular place and 45 people came all together to receive the gospel, and a lot of people I baptized as well. ഇങ്ങനെ വലിയ ചരിത്രങ്ങൾ കെട്ടുകൾ ഇങ്ങനെ മുമ്പോട്ടുണ്ട്. ഞാനതൊന്നും പറയാം, സമയം നമുക്ക് മുമ്പോട്ട് അധികമില്ലല്ലോ. എൻ്റെ ശുശ്രൂഷ ഞാനിവിടെ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. I can tell you a lot of things, but due to the lack of time, let me finish up. ഗലാത്യ ലേഖനം 1-ാം അധ്യായം
അതിൻ്റെ 8, 9, 10 വാക്യം കൂടി ഒന്നും ശ്രദ്ധിച്ചാട്ടെ. Please pay attention to Galatians chapter 1 verse 8, 9 and 10. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ മനുഷ്യരെ അല്ല പ്രസാദിപ്പിക്കേണ്ടത്. My dear people, please stop pleasing people. ദൈവവചനം അത് സത്യമാണെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾ കാണിക്കണം. If you know that the word of God is truth, you should stand up for the word of God. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അതിൻ്റെ താഴത്തെ ഭാഗം ഒന്നും അടുത്ത വാക്യം. Next verse. അടുത്ത വാക്യം. Next verse. ഞങ്ങൾ ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. For do I now persuade men or God? Do I seek to please men? For if I still please men, I would not be a born servant of Christ. ഈ സ്നാനം എന്നുള്ളത് ഒരു സഭയോട് ചേരാനല്ല, ഇത് യേശു ക്രിസ്തുവിനോട് ചേരാനുള്ളതായ ഒരു കർമ്മ പരിപാടി ഉണ്ടെങ്കിൽ അത് വിശ്വാസ സ്നാനം മാത്രമാണ്. Faith baptism, you don't do it to be adherent to a church or a human setup, but it is to be adherent to the Lord Jesus Christ. അത് സത്യമാണെന്ന് അറിഞ്ഞിട്ട് നീ മനുഷ്യരെ പേടിച്ചും പള്ളിക്കാരെ പേടിച്ചും പട്ടക്കാരെ പേടിച്ചും വീട്ടുകാരെ പേടിച്ചും അത് അനുസരിക്കാതിരിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിനക്ക് കർത്താവിൻ്റെ ദാസനായിരിക്കാനുള്ള യോഗ്യതയില്ല. And if you know it is the truth, the baptism is the truth, and you have fear towards people, you want to please people, you will never be a disciple of Lord. സ്വർഗത്തിൽ ആര് പോകും ആര് പോയാലെന്ന് പറയാനുള്ള യോഗ്യതയൊന്നും സാജുവച്ചനില്ലെങ്കിലും ഒരു കാര്യം പറയാം, ഈ അനുഭവത്തിലേക്ക് വന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യം കണി കാണത്തില്ല. Let me tell you, I don't have the right, I'm not here to judge whether you will go to heaven based on this or not, but let me tell you one thing, if you don't obey the word of God, you will not be a heir in the kingdom of God. എല്ലാവരും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാ. Everybody wants to go to heaven. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഭീരുക്കൾ അവിശ്വാസികൾ അറക്കപ്പെട്ടവരാരും എവിടെയാ സ്വർഗരാജ്യം കണി കാണത്തില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. But the word of God says, if you are a person who keeps on pleasing people and a coward and timid type, you will not be seeing the kingdom of God. ഇവിടെ പെരുന്നാളും വെടിക്കെട്ടും പുകയും പരിപാടിയൊക്കെ ആയിട്ട് പോകാം, പക്ഷേ അത് ഇവിടെ കിടന്ന് നീ വട്ടം കറങ്ങുന്നതല്ലാതെ കർത്താവ് വന്നേച്ചു പോകുമ്പോൾ ഹല്ലേലൂയ അനേക വിശുദ്ധന്മാരോ അവനോടുകൂടെ ആരെയ്യാൻ പാറ്റകളെ പോലെ പറന്നുയർന്ന് കർത്താവിനോടുകൂടെ ചേരുമ്പോൾ ഹല്ലേലൂയ പ്രൈസലോ. പണ്ട് കുഞ്ഞിപ്പൂ ഉപദേശി എന്ന് പറയുന്ന ഒരു ഉപദേശി ഉണ്ടായിരുന്നു. അദ്ദേഹം പറയായിരുന്നു, എടാ മണ്ണാങ്കട്ട പറഞ്ഞാൽ നീ ഒന്നും പറക്കത്തില്ലെന്ന്. You can show and do a lot of rituals and ceremonies in this earth, but let me tell you, unless and until you're born again, you're baptized, you will not go to heaven. മർത്തോമക്കാര് സിസിക്കാര് ഓർത്തഡോക്സുകാര് എല്ലാം പാടുന്ന ഒരു പാട്ടുണ്ട്. എന്താ? കാകള ശബ്ദം വാനി മുഴങ്ങുമ്പോൾ പറഞ്ഞിടുമേ ഞാനും പറഞ്ഞിടുമേ ഞാനും. ആരാ പറക്കാൻ പോണത്? Amen. All the denominational churches, they also have a song that when the trumpet sounds and play, I will be flying away. But pastor is asking, who will fly? പൊന്നു സഹോദരങ്ങൾ, ഇത്രയും വ്യക്തമായിട്ട് ദൈവവചനത്തിൽ ഇത് എഴുതി വെച്ചിരിക്കുമ്പോൾ അത് കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് മനുഷ്യരെയും പള്ളിക്കാരെയൊക്കെ പേടിച്ച് ഇത് അനുസരിക്കാതിരുന്നു കഴിഞ്ഞാലുള്ള നിന്റെ അവസ്ഥ നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. പ്രൈസ് ദി ലോർഡ്. നീ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ കർത്താവിൻ്റെ ദാസനായിരിക്കാൻ പറ്റത്തില്ല. Let me tell you, if you keep on pleasing people, you will not be a disciple of Lord Jesus. എനിക്ക് ധൈര്യം കിട്ടിയത് എങ്ങനെയാണെന്നറിയാമോ? Let me tell you, how did I get this courage? അത് എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. You can see Hebrews chapter 10 verse 35. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത്, മഹാപ്രതിഫലമുള്ളതായ നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. Therefore, do not cast away your confidence, which has great reward. ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിന് വേണ്ടി നിൽക്കാനുള്ള ധൈര്യം ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. If you know that something is a true, you should stand up and defend the truth. ആ ധൈര്യത്തിന് കിട്ടുന്ന മഹാപ്രതിഫലം നിനക്കുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. There's a great reward for standing up for truth and boldness. നിങ്ങൾ ഇന്ന് രാത്രി ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല, നാമോ നാശത്തിലേക്ക് പിന്മാറിപ്പോകുന്ന കൂട്ടത്തിലായിരിക്കാനല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരണം.
You should pay attention to these particular verses. It says that we are not among the people who are destroyed, but we are among the people who are saved and the heir of kingdom of God. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ ഉള്ള സഹോദരി സഹോദരങ്ങൾ, ഈ സത്യം അറിഞ്ഞിട്ടും അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. എന്നെ ബലപ്പെടുത്തിയ സർവശക്തനായ കർത്താവ്, അനേക ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിയ കർത്താവ്, ഹല്ലേലൂയ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അവൻ സകല ജഡത്തിൻ്റെ ദൈവമാണ്. കർത്താവ് ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം പ്രവർത്തിക്കും. വിടുതൽ വേണ്ട വിഷയത്തിന്മേൽ വിടുതൽ തരാൻ ദൈവം ശക്തനാണ്, അവൻ മതിയായവനാണ്. Let me tell you very intimately and sincerely, if you're such a person, please submit to the Lord Jesus Christ now. If you're seeking a deliverance, the Lord is able to give you that deliverance and breakthrough. Hallelujah. Hallelujah. Praise the Lord. ഈ ധൈര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? How do we get this boldness and courage? എഫേസ്യർ 3:12 Ephesians chapter 3 verse 12. അവങ്കിൽ ആശ്രയിച്ചിട്ട് അവങ്ങളുടെ വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. In whom we have boldness and access with confidence through faith in him. Hallelujah. Amen. ഇന്ന് കർത്താവിലൊന്ന് ആശ്രയിച്ച് Can you please depend on Jesus tonight? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നൊന്നും മതിയാക്ക്. Please stop pleasing the people. അല്ലേല്, നീ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനുമായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനമുണ്ട്. Amen. Hallelujah. You should be pleasing God, but you should be doing a good worthy life to human as well. എന്നാ ദൈവ പൈതലേ, നീ എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായി. But dear child of God, you be constant and മനുഷ്യർക്ക് steadfast in pleasing കൊള്ളാകുന്നവനായി God ജീവിക്കണം. and be a good human being on earth. അല്ലാതെ മനുഷ്യരെ ഭയപ്പെടേണ്ട ആവശ്യം നിനക്കില്ല. But you don't have to covet or fear the people. ദൈവത്തെ ഭയപ്പെടേണ്ട കാര്യമേ ഉള്ളൂ. You just have to fear the God. നിങ്ങൾ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലായി തീരരുത്. Let us not be among people who are going in the way of perdition. ഞാനും എൻ്റെ കുടുംബം അനുഭവിക്കുന്ന സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. Oh, I don't have words to describe the joy that we are experiencing because of this salvation. പറയാ തീരാത്ത കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. എന്നാൽ അവിടെയെല്ലാം ജയിച്ച ജയാളി വീരനായ കർത്താവ് കൂടെ ഇരുന്ന് ഹല്ലേലൂയ ജയം നൽകി ഇന്നയോളം നടത്തുന്നു. We had to go through a lot of hardships, lot of trials, but let me tell you, in and all throughout, the Lord has been leading us in a triumphant manner. പിന്മാറിപ്പോകല്ലേ. Please don't be backslided. കിട്ടിയ അവസരം നിങ്ങൾ നഷ്ടമാക്കി കളയരുത്. Please don't lose this opportunity. ഹല്ലേലൂയ. Hallelujah. ഞാൻ എൻ്റെതായ ഒരു കാര്യവും ദൈവവചനമല്ലാതെ എൻ്റെതായ വാക്യങ്ങളൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. Amen. I did not come with my own theories or speech, but I only spoke the word of God. ദൈവവചനം ജീവനുള്ളതാണ്. The word of God has life. അത് ജീവിപ്പിക്കുന്നതാണ്. Oh, it can give you life. വചനം വായിച്ച് സൗഖ്യമാക്കുന്ന കർത്താവ്. The God who sends His വചനം healing വായിച്ച് through the word of എന്തെല്ലാം God. കാര്യങ്ങൾ ചെയ്യാമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നുവോ ഇന്ന് രാത്രി അത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that whatever the Lord has spoken and is possible through the word of God, it can be possible even tonight. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കാം. Please. Yeah. One more. ഒറ്റ കാര്യം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബോസ്റ്റൺ പ്രയർ മിനിസ്ട്രിയുടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, പരിചയമുണ്ടോ? മരിച്ചുപോയി. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, സാജു അച്ഛാ, ഒരു സൂം മീറ്റിംഗ് ഉണ്ട്, അച്ഛന് സാക്ഷ്യം ഒന്ന് പറയണം, 1 മണിക്കൂർ എനിക്ക് അവസരം തന്നു. Amen. There was a particular sister who used to be a leader in Boston in States Prayer Fellowship, and one day she invited me and she gave me opportunity to share the testimony for 1 hour. സിസ്റ്റർ പറഞ്ഞു, സാജു അച്ഛനെ ഞങ്ങൾക്ക് പരിചയമില്ല, ആദ്യമായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല, ഇങ്ങനെ പലരിൽ നിന്ന് കേട്ട അറിവുണ്ട്, അതുകൊണ്ട് സാജു അച്ഛന് ഒരു പാട്ടോ പ്രസംഗമോ സാക്ഷിയൊക്കെ ആയിട്ട് 1 മണിക്കൂർ പറയാൻ പറഞ്ഞു. And sister said that I don't know you, we are not familiar, but whatever you want to say, song, speaking, preaching, you please take the time. ഞാൻ അറ്റ്ലാന്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭവനത്തിൽ ഇരുന്ന് ആ 1 മണിക്കൂർ സമയം ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ. And the Lord gave me the opportunity in one of the houses in Atlanta to sit there and preach the word of God. Praise the Lord. Hallelujah. നൂറുകണക്കിന് ദൈവദാസന്മാർ പാസ്റ്റേഴ്സ് എല്ലാം പ്രസംഗിക്കുന്ന വേദിയാണത്. Amen. And it was a platform and the pulpit where hundreds of people of God came and ministered. Praise the Lord. Praise God. ആ 1 മണിക്കൂർ എൻ്റെ സാക്ഷ്യം കഴിഞ്ഞപ്പോൾ അനേക ഇടങ്ങളിൽ നിന്ന് ഫോൺ വിളി എനിക്ക് വരാൻ തുടങ്ങി. Amen. After that particular ministry, I started getting phone calls from many places. സാജു വെച്ചാൽ ഒത്തിരി പാസ്റ്റേഴ്സ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വിശ്വാസമില്ല, പക്ഷേ
അച്ഛനായിരുന്ന അച്ഛനിൽ കൂടി അത് കേട്ടപ്പോൾ അത് സത്യമാണെന്ന് ഞങ്ങൾ ബോധ്യമായതുകൊണ്ട് ഞങ്ങളൊക്കെ സ്നാനപ്പെടാൻ പോവുകയാണ്. Amen. It is a special thing when we hear this word of God from a priest like you. We have heard the word preaching sermon through many pastors, but this is a special thing. അനേക പ്രിയപ്പെട്ടവർ അത് സ്നാനപ്പെടാനും കർത്താവിനോട് ചേരുവാനുള്ള അവസരം അവർക്ക് ലഭിച്ചു. And they took the decision to be baptized by hearing the word from my mouth. ഞാൻ ആദ്യമായിട്ട് ന്യൂയോർക്കിൽ ചെന്നപ്പോൾ ഒരു സംഭവം കൂടി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ 2.5 മാസം ന്യൂയോർക്കിൽ ഒരു ശുശ്രൂഷ ഇല്ലാതിരുന്നു. Amen. Let me tell you one more thing. There was an occasion in my life that I did not have much ministry happening for 2.5 months. ഭാര്യാപുരം യോനാച്ചൻ പറഞ്ഞു, അച്ഛാ ന്യൂയോർക്കിലേക്ക് ഞാൻ അമേരിക്കയിലേക്ക് അയക്കുന്ന അവിടെ പോയി ആരോടും പ്രോഗ്രാം ചോദിക്കരുത്. The prophet told me that God is sending you to states, but don't ask human being for programs. ആരെങ്കിലും അച്ഛനെ അന്വേഷിച്ച് വന്നാൽ മാത്രമേ പോകാവൂ. If somebody comes seeking you, then you use the platform. ഞാൻ 2.5 മാസത്തോളം അവിടെ ഇരുന്നു. And I was just simply sitting there without any ministry for 2.5 months. Fasted and prayed. Praise the Lord. ഒരു കൺവെൻഷനും ഒരു പരിപാടി എനിക്ക് കിട്ടിയില്ല. And there was no calls at all. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ഇവാഞ്ചലിക്കിലെ ഒരു അച്ഛൻ എന്നെ വിളിച്ചു. And that time from New Jersey, one of the priests from Evangelical Church called me. സാജു അച്ഛൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. എൻ്റെ വീട്ടിൽ അദ്ദേഹം വന്ന് താമസിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അച്ഛനൊരു ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ ഒരു അവിയൽ കൂട്ടായ്മ എന്നാണ് പറഞ്ഞത്. നല്ലൊരു ഭാഷയല്ല എങ്കിലും അദ്ദേഹം പറഞ്ഞു ഇവിടെ എല്ലാ വിഭാഗക്കാരും കൂടുന്നൊരു കൂട്ടായ്മയുണ്ട്, അച്ഛനൊന്ന് ശുശ്രൂഷിക്കുന്ന സന്തോഷകരമായിരിക്കും. പക്ഷേ അച്ഛൻ സ്നാനപ്പെട്ട ആളാണെന്ന് എനിക്കറിയാം, സ്നാനത്തെക്കുറിച്ചൊന്നും ഇവിടെ പറയരുത് കേട്ടോന്ന് എന്നോട് പറഞ്ഞു. അത് ഞാൻ എൻ്റെ സാക്ഷിയോ പറയുന്നുള്ള വെച്ചാൽ വേറെ ഒന്നും പറയത്തില്ല. And this priest came and invited me and told me that there is a mixed fellowship. Lot of people from different congregations are there in the fellowship. Please come and minister the word of God, but don't speak anything about baptism. 250 പേരുണ്ടായിരുന്നു. ഞാൻ മെസ്സേജൊക്കെ കഴിഞ്ഞ് സാക്ഷിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് അച്ഛനോടൊന്നും സംസാരിക്കാതെ ഇറങ്ങിപ്പോയി. അനേകരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ ഒരു 10-25 പേര് അവിടെ വട്ടം കൂടി അവിടെ നിന്നു. There were 250 people there. So after all the ministry happened, we had the food, people left, but 20-25 people were lingering around. മർത്തമ്മക്കാരുടെ ഒരു വീടാണ്. And it was a Marthamite family. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു, സാജു അച്ഛാ ഇത് വർഷങ്ങളായി മീറ്റിംഗ് ഞങ്ങൾ തുടങ്ങിയിട്ട് ഒത്തിരി ദൈവദാസന്മാർ, പെന്തിക്കോസിലെ പാസ്റ്റേഴ്സും അച്ഛന്മാരും മർത്തോമേൽ തന്നെ സ്നാനപ്പെട്ട ഉപദേശിമാരൊക്കെ വന്ന് ഇവിടെ അടിപൊളി മെസ്സേജൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരും സ്നാനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. അച്ഛനെ കൂടിയാണ് ഇന്ന് ഞങ്ങൾ ഇത് ധൈര്യമായിട്ട് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, അച്ഛൻ പൈസയ്ക്ക് വേണ്ടി വന്നയാളല്ലെന്ന്. അതുകൊണ്ട് അച്ഛൻ 1 മാസം എങ്ങും പോരുത്, ഇവിടെ നിൽക്കണം, ഞങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കണം. ഞാൻ 1 മാസം അവരുടെ കൂടെ നിന്നു. പ്രൈസ് ദി ലോർഡ്. അനേക കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാനുള്ള ഭാഗ്യം ഉണ്ടായി. Hallelujah. And this person, the householder, he came and told me that there were a lot of meetings happen in this house. Lot of pastors and people of God came and preached the word, but no one mentioned about the baptism, but you said, so we want to obey it. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് മതിയാക്കുക. Amen. Let me finish up. ഇനിയുള്ള സമയം ദൈവത്തെ നമ്മുടെ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ നോക്കാമോ? ഇല്ലേ? യേശു എന്താ ചെയ്ത്? യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഞാനെപ്പോഴും എന്നെ അയച്ച എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചന് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായിട്ട് വിട്ടിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു കൂടി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടക്കാനായിട്ട് ഇടയായിത്തീർന്നതാ. യേശു തൻ്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ കാലയളവിൽ എല്ലാ സമയവും തന്നെ അയച്ച സ്വർഗീയ പിതാവിന് പ്രസാദകരമാവണ്ണം ജീവിച്ചു എന്നുള്ളതാണ്. Let me tell you, please don't stop pleasing the people. What did our Lord Jesus Christ did? He pleased the Almighty God, His own Father. Whatever He saw Him doing, He started doing it in the earthly ministry. So please God. ഈ രാത്രി ഞാൻ അല്പസമയം ശുശ്രൂഷിച്ചത് ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെങ്കിൽ, അത് സത്യമാണെന്നറിയാമെങ്കിൽ, അത് നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിനെ സ്നേഹിക്കാൻ, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ, കർത്താവിനോട് ചേരുവാനുള്ള താല്പര്യം നിങ്ങൾ കാണിക്കണം. If you believe that the word of God that I preached is true, you want to be submitted to the word of God, show that desire to obey the word of God now. Praise the Lord. കഷ്ടങ്ങൾ നഷ്ടങ്ങളെല്ലാം ജീവിതത്തിൽ വരാം. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ വാത്സല്യം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ വാത്സല്യം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ വാത്സല്യം, ദൈവത്തിൻ്റെ സ്നേഹം
എന്നാൽ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ നിങ്ങൾ പതറിപ്പോകരുത്. നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. You might have to go through hardships, struggles and trials in this earthly life, but let me tell you, the one God who comforts us, He is with us. ഞാനും എൻ്റെ ഭാര്യയും മാസങ്ങളോളം ഉറങ്ങാതിരുന്നിട്ട് രാത്രികളുണ്ട്. Me and my wife, we had a lot of sleepless nights. അപ്പോഴൊക്കെ ഞങ്ങൾ പാട്ടുപാടി ആനന്ദിക്കും. And all those time we just sing songs and worship the Lord. മാനുഷിക കരങ്ങൾ താണുപോയിട്ടുണ്ട്. Amen. ആരും സഹായിപ്പാനില്ലാതെ വന്നിട്ടുണ്ട്. നിന്ദകളും പരിഹാസങ്ങളും ഏറെ വന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ പാടുന്നൊരു പാട്ടുണ്ട്. ആർത്തിരയ്ക്കും തിരമാലകളാലും അഞ്ഞടിക്കും കൊടുങ്കാറ്റിനാലും നിൻ വിശ്വാസവഞ്ചി ആടിയുലയുമ്പോൾ കൊടുങ്കാറ്റിൽ കൂടി ആനന്ദമായി ഹല്ലേലൂയ എന്നമരക്കാരനാമേശു എന്നെ കൈവിടില്ല ഉപേക്ഷിക്കയുമില്ല സ്വർഗസിയോൻ തീരത്തെത്തിക്കും എന്നെ കൈവിടില്ല ഉപേക്ഷിക്കയുമില്ല സ്വർഗസിയോൻ തീരത്തെത്തിക്കും അബദ്ധനർത്ഥങ്ങളാം കൊടുങ്കാറ്റും നിൻ പടകിന്മേൽ ആഞ്ഞടിച്ചാലും എന്നേശുനാഥൻ എന്നെ നയിക്കുമേ കൊടുങ്കാറ്റിൽ കൂടി ആനന്ദമാ എന്നേശുനാഥൻ എന്നെ നയിക്കുമേ കൊടുങ്കാറ്റിൽ കൂടി ആനന്ദമായി. എല്ലാവരും എന്നെ കൈവടിഞ്ഞാലും എന്തെല്ലാം നഷ്ടമെന്ന് വന്നാലും എന്നെ യേശുനാഥൻ അകലുകയില്ല. നഷ്ടത്തെ ലാഭമായി തീർത്തു തരും. നിന്റെ നഷ്ടങ്ങൾ എല്ലാം. ഞാനൊരു ദിവസം 3000 രൂപ വരെ സാലറി വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയാണ്. Hallelujah. I used to have, in my young age, I used to get 3,000 as salary. കാനഡയിൽ നല്ല ഉന്നതമായ രീതിയിൽ ജീവിക്കാവുന്ന വ്യക്തിയാണ്. And I could just live in a posh manner in Canada. Praise the Lord. Praise God. എന്നാൽ പൗലോസ് പറഞ്ഞ പോലെ തന്നെ ഞാനും പറയാണ്, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ ഛേദമെന്ന്. Amen. But let me tell you, as Paul said, I considered everything what could have been profitable as rubbish for the sake of God. പൗലോസ് പറഞ്ഞ പോലെ ഞാനും ഇന്ന് കുടുംബവും ജീവിക്കുന്നത് എൻ്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച. Amen. And as Paul said, let me tell you, me and my household, we live because we earn by my own hands. ഒന്നിനും മുട്ടുവരാതെ കർത്താവ് ജീവോത്സവമായി നടത്തി. And He is leading us without any lack. ആയിരക്കണക്കിന് കുടുംബങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടുവാനുള്ള വലിയ ഭാഗ്യം ജീവിതത്തിൽ ലഭിച്ചു. And He helped us to gain lot of souls for the kingdom of God. ഈ ലോകം തരാത്ത വലിയ സന്തോഷവും ശോകം തരാത്ത വലിയ